ഹലോ മച്ചമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. നല്ല കിഡിലൻ വ്യത്യസ്തമായിട്ടുള്ള സിനിമ എടുക്കുന്ന കാര്യത്തിൽ ഒന്നാം നമ്പർ ആരാണെന്ന് ചോദിച്ചാൽ ഞാനൊരു ഉത്തരം പറയും, അത് കൊറിയക്കാരാണെന്ന്. കാരണം ഇവന്മാർ കൊണ്ടുവരുന്ന ഓരോ കണ്ടന്റും അത് അത്യാവശ്യം നല്ല ഫ്രഷ് ആയിരിക്കും. അതുപോലെ ഒരു കിഡിലൻ കൊറിയൻ മൂവിയുടെ കഥ തന്നെയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഈ വർഷം ഇറങ്ങിയ ഒരു പുതിയ കിഡിലൻ മൂവി തന്നെയാണ്. അതായത് ഒരുപാട് വലിയ ട്വിസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. എന്നാൽ സിനിമയുടെ ഒരു പകുതി ഭാഗം മുതൽ ആ ത്രില്ല് അങ്ങോട്ട് തുടങ്ങും. എന്ത് സംഭവിക്കും എന്നുള്ള ആ ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വരും. പ്രധാനമായിട്ടും സിനിമയുടെ ആരംഭത്തിൽ കാണാതാവുന്ന സുൻഹോ എന്ന ഒരു പെൺകുട്ടി, ശരിക്കും അവള് മരിച്ചോ ഇല്ലയോ, അവളെ കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ആ ഒരു ചോദ്യം അവസാനത്തെ ആ ഒരു 10 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാല് ഫുൾ എൻഗേജ്ഡ് ആയിരിക്കും കേട്ടോ. നല്ല ത്രില്ലായിരിക്കും. എന്തായാലും നമുക്ക് നേരെ ഈ കഥയിലേക്ക് പോവാം, കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സിനിമയുടെ ആരംഭം നന്നായിട്ട് മഴ പെയ്യുന്ന കൊറിയയിലെ ചെറിയൊരു നഗരം കാണിക്കുകയാണ്. ഒരുപാട് ബിൽഡിംഗ് ഉള്ള ആ നഗരത്തിന്റെ ഒരരികിലൂടെ ഒരു പെൺകുട്ടി കൊടയും ചൂടി അങ്ങനെ പോവാണ്. അവളിപ്പോ പോകുന്നത് ഒരു ചർച്ചിലേക്കാണ്. ഈ പെൺകുട്ടിയുടെ പേരാണ് സുൻഹോ. എന്നാൽ സുൻഹോ മുന്നോട്ടേക്ക് പോകുമ്പോൾ അവൾക്കുള്ളില് ഒരു തോന്നല് വരികയാണ്, ആരും അവളുടെ പിന്നാലെ ഉണ്ടെന്ന്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് സുൻഹോ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു തവണ അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവളുടെ തോന്നൽ സത്യമായിരുന്നു. അവളുടെ തൊട്ട് പിന്നാലെ തന്നെ ഒരാളുണ്ട്. ചുവന്ന റെയിൻകോട്ട് എല്ലാം ധരിച്ച ഒരാൾ. അയാളുടെ ആ ഒരു പെരുമാറ്റവും നോട്ടും എല്ലാം കുറച്ച് വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ട് തന്നെ സുൻഹോയുടെ ഉള്ളിൽ ചെറിയൊരു പേടി വരുന്നുണ്ട്. അവള് വേഗം ആ ഒരു ചർച്ചിലേക്ക് പോവാണ്. ചർച്ചിൽ അവളെ പോലെ തന്നെ വേറെയും കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. അവിടെ പ്രധാനമായിട്ടുള്ള ഒരു പാസ്റ്റർ ഉണ്ട്. പാസ്റ്റർ എല്ലാവർക്കും വേണ്ടിയിട്ട് ദൈവവചനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സുൻഹോ ഇപ്പൊ വന്നു കയറിയ കാര്യം അവിടെ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു ലേഡി കാണുന്നുണ്ട്. അവരുടെ പേര് ജിയോ എന്നാട്ടോ. ജിയോ ഒരു പോലീസുകാരിയാണ്. ഇതേ സമയത്ത് തന്നെ പാസ്റ്റർ ഒരു ഗിറ്റാർ വായിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആ ഒരു പാട്ടുകളൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ പാസ്റ്ററുടെ ഭാര്യയുണ്ട്. ഇതേ നേരം തന്നെ ആ ചുവന്ന കോട്ടിട്ട ആള് അങ്ങോട്ടേക്കും കയറി വരികയാണ്. സുൻഹ എന്ന ഒരു ചെറിയ പെൺകുട്ടി ഭയത്തോട് കൂടിയിട്ട് പിന്നിലേക്ക് നോക്കിയപ്പോ ഒരു വല്ലാത്ത രീതിയിൽ തന്നെ സുൻഹോയെ അയാൾ അങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ. അധികം വൈകാതെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സുൻഹോ വേഗം തന്നെ അവളുടെ കൂട്ടുകാരികളുടെ അടുത്തേക്ക് പോയിട്ട് പള്ളി വിട്ട് ഇറങ്ങുകയാണ്. അവളുടെ പിന്നാലെ തന്നെ ഈ ആളും പോവാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് പാസ്റ്റർ അങ്ങോട്ടേക്ക് വന്നിട്ട് ഈ ആളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആദ്യമായിട്ടാണല്ലോ ഇവിടെ കാണുന്നത്, ഫസ്റ്റ് ടൈം ആണല്ലോ ഇങ്ങോട്ടേക്ക് വരുന്നത്, എന്തായാലും നല്ല തണുപ്പല്ലേ, നമുക്കൊരു ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് ഇയാളെ കൂട്ടിക്കൊണ്ടുപോകണം. ഇതേ നേരം തന്നെ പുറത്ത് സുൻഹോയും അവളുടെ കൂട്ടുകാരും കൂടെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി. അവിടെ തന്നെ നമ്മുടെ കഥാനായികയായിട്ടുള്ള ജിയോ ഉണ്ടായിരുന്നു. അപ്പൊ സാധനങ്ങളെല്ലാം മേടിച്ച് സുൻഹോയും കൂട്ടുകാരും കൂടെ അവിടുന്ന് പോകുന്ന സമയത്ത് ജിയോയുടെ ദേഹത്ത് അറിയാതെ തട്ടിപ്പോകുന്നുണ്ട്. അപ്പൊ ജിയോയുടെ കയ്യിൽ നിന്നും കുറച്ചധികം ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ നിലത്തേക്ക് വീണ് പോവാണ്. മാത്രമല്ല ജിയോയുടെ മുഖത്ത് ഭയങ്കരമായിട്ടുള്ള സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ചെറിയ കുട്ടിയായിട്ടുള്ള സുൻഹോ ചോദിക്കുന്നുണ്ട്, ചേച്ചി കുഴപ്പമൊന്നുമില്ലല്ലോ, എന്തെങ്കിലും ഹെൽപ്പ് വേണോ? ഇപ്പൊ ജിയോ പറയണം, കുഴപ്പമൊന്നുമില്ല മോള് പൊയ്ക്കോന്ന് പറയണം. ഇതിനുശേഷം വീണ്ടും ആ ഒരു ചർച്ചിന്റെ ഉള്ളിൽ കാണിക്കുകയാണ്. പാസ്റ്റർ ഉണ്ടല്ലോ, ഇപ്പൊ വന്നിരിക്കുന്ന ആ ആളോട് പേര് ചോദിക്കുന്നുണ്ട്. ഒരുമാതിരി ഒരു പരിക്കൻ സ്വഭാവമാണ്. ഇപ്പൊ അയാളുടെ പേര് പറയുന്നുണ്ട്, സോജി. ഓക്കെ സോജിയുടെ ഒരു ഫോട്ടോ ഞാൻ എടുത്തോട്ടെ, അതുപോലെ തന്നെ നിങ്ങളുടെ കുറച്ച് വിവരങ്ങളും എനിക്ക് വേണമെന്ന് പറയണം. ഇപ്പൊ സോജി ചോദിക്കണം, അതെന്തിനാ എന്റെ വിവരങ്ങളൊക്കെ? അപ്പൊ പാസ്റ്റർ പറയണം, നിങ്ങൾ ആദ്യമായിട്ടല്ല ഇങ്ങോട്ടേക്ക് വരുന്നത്, അപ്പൊ പേഴ്സണൽ ഡാറ്റയും കാര്യങ്ങളൊക്കെ ഇവിടെ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. എന്തായാലും അയാളുടെ ഒരു ഫോട്ടോ പാസ്റ്റർ എടുക്കുന്നുണ്ട്. മാത്രമല്ല ഈ സോജിക്ക് ഒരു കോട്ട് കൊടുത്തിട്ട് പറയണം, എപ്പോഴും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇതെന്തായാലും ഇടണം കേട്ടാ. അതേ നേരം തന്നെ പാസ്റ്ററിന് ഒരു കോള് വരുന്നുണ്ട്. കോള് കണ്ട പാട് തന്നെ പാസ്റ്ററിന്റെ മുഖം ഒന്ന് മാറുന്നുണ്ട് കേട്ടോ. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ടേബിളിൽ നിന്ന് ഒരു ഫോം എടുത്ത് ഈ സോജിക്ക് കൊടുത്തിട്ട്, നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഡാറ്റ ഇതിലൊന്ന് ഫില്ല് ചെയ്യും, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഫോണുമായിട്ട് പാസ്റ്റർ പുറം ഭാഗത്തേക്ക് പോവാണ്. ഇതേ നേരം തന്നെ അവിടെ ഇരുന്ന ഈ സോജി ഉണ്ടല്ലോ, ഇയാളുടെ മുഖത്ത് ചിരിയോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരേ ഭാവമാണ്. ഇയാൾ ആ ഒരു ഫോമിൽ പ്രത്യേകിച്ച് ഒന്നും എഴുതുന്നൊന്നുമില്ല. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന പാസ്റ്ററുടെ ഫാമിലി ഫോട്ടോ അത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് തന്നെ ഒരു വ്യത്യസ്തമായ രീതിയിൽ അങ്ങനെ നോക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ കോള് വന്ന പാസ്റ്റർ പുറത്തേക്ക് പോയില്ലേ. കോളിന്റെ കാര്യം എന്താ വെച്ചാൽ ഒരു ഡിറ്റക്റ്റീവിനോട് പാസ്റ്റർ ഒരു കാര്യം ഏൽപ്പിച്ചായിരുന്നു. ഈ ഇടയായിട്ട് പാസ്റ്റർക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ നടപ്പില് എന്തൊക്കെയോ ചില സംശയങ്ങളുണ്ട്. അങ്ങനെ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ വിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞാണ്. അയാൾ അന്വേഷിച്ചു, കാര്യങ്ങൾ കണ്ടെത്തി. ഇപ്പൊ ആ ഒരു ഡിറ്റക്റ്റീവ് പറയുന്ന കാര്യങ്ങൾ, പാസ്റ്റർ നിങ്ങൾ സംശയിച്ചതുപോലെ തന്നെ നിങ്ങളുടെ ഭാര്യ പോകുന്ന അവിടുത്തെ ജിം ട്രെയിനറുമായിട്ട് അവർക്ക് റിലേഷൻ ഉണ്ട്, അതിന്റെ ഒരു എവിഡൻസ് ഞാൻ അയക്കുന്നുണ്ട്. അങ്ങനെ പാസ്റ്ററുടെ ഫോണിലേക്ക് ആ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുകയാണ്. അത് കണ്ട ആ ഒരു മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും, നെഞ്ച് പൊട്ടി പോവാണ്, അയാൾ കരയാണിപ്പോ. ഇതേ നേരം തന്നെ ആ ഒരു ഡിറ്റക്റ്റീവ് പറയുന്നുണ്ട്, സാറേ ഇനി ലീഗലായിട്ട് ഡിവോഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള എവിഡൻസ് വേണം. അവർ രണ്ടുപേരും വല്ല ഹോട്ടലും പോകുമ്പോൾ പിന്നാലെ ചെന്ന് അവരുടെ വീഡിയോസ് ഞാൻ എടുക്കണമെന്ന് ചോദിക്കുമ്പോൾ പാസ്റ്റർ പറയണേ, ഒന്നും വേണ്ട, തൽക്കാലം ഇത്ര മതി എന്ന് പറയാം. ഇതിനുശേഷം ഒരു സങ്കടത്തോട് കൂടിയിട്ട് തിരിച്ചു വരുമ്പോൾ ആ സോജി എന്ന് പറഞ്ഞ ആള് അവിടുന്ന് പോകാൻ നിൽക്കുകയാണ്. അപ്പൊ അയാൾ വന്ന പാടിന് എന്റെ ഷൂ എവിടെയെന്ന് ചോദിക്കുകയാണ്. പാസ്റ്റർ അപ്പൊ അവിടെ ഉണ്ടായിരുന്ന റാക്കിൽ നിന്നും അയാളുടെ ഷൂ എടുത്തു കൊടുക്കുകയാണ്. എടുത്തു കൊടുക്കുക മാത്രമല്ല അയാളുടെ കാലിൽ ആ ഒരു ഷൂ ഇട്ട് കൊടുക്കുന്ന വരെയുണ്ട്. ആ സമയത്ത് പാസ്റ്റർ ഈ സോജിയുടെ കാലിൽ ഒരു കാര്യം കാണുന്നുണ്ട്. ഒരുപാട് വർഷം ജയിലിൽ കിടന്ന് പുറത്തേക്ക് വരുന്ന ആൾക്കാരുടെ കാലിൽ ഇട്ട് കൊടുക്കുന്ന ഒരു തരം ബാഡ്ജ്. അവർക്ക് അത് ഊരാനൊന്നും കഴിയുന്നില്ല. എന്തായാലും അത് കണ്ട പാടെ തന്നെ പാസ്റ്റർക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ സോജി ഒരു ക്രിമിനലാണെന്ന്. എന്നാൽ അത് കണ്ടൊന്നും പാസ്റ്റർ പേടിക്കുന്നില്ല കേട്ടോ. സോജി അവിടുന്ന് പോകുന്ന സമയത്ത് അവനോട് പാസ്റ്റർ പറയാണ്, സോജി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് സൂക്ഷിച്ചു കേൾക്കൂ. നിന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും, എല്ലാം ദൈവം പുറത്തു തരും. നിനക്ക് എപ്പോ വേണമെങ്കിലും ഈ പള്ളിയിലേക്ക് വരാം, കുമ്പസരിക്കാം, പ്രാർത്ഥിക്കാം, ഇനി പൊയ്ക്കോന്ന് പറഞ്ഞിട്ട് സോജിയെ പറഞ്ഞയക്കാണ്. പിന്നീട് അവന് ഫില്ല് ചെയ്യാൻ കൊടുത്ത ആ ഒരു ഫോമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവൻ അതിൽ പ്രത്യേകിച്ച് ഒന്നും എഴുതിയിട്ടില്ല. അവന്റെ പേര് മാത്രമേ അതിൽ എഴുതിയിട്ടുള്ളൂ. പക്ഷേ പാസ്റ്റർ അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല.
ഫോം അവിടെ എടുത്തു വെച്ച് ഇവിടെ നിന്ന് പോവാണ്. ഭാര്യയെ പിക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടായി. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ കഥാനായികയായിട്ടുള്ള ജീവനെയാണ്. ഞാൻ പറഞ്ഞല്ലോ അവളുടെ മുഖത്ത് എന്തോ വലിയൊരു വിഷമമുണ്ട്. അതുപോലെ തന്നെ അവൾ ആ ഒരു ചർച്ചിന്റെ പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നു. ഉള്ളിലേക്ക് പോയ ആ സോജി ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്. അവൻ പുറത്തേക്ക് ഇറങ്ങി വന്ന സമയത്ത് സോജിയെ വളരെ രൂക്ഷമായിട്ട് തന്നെ ജിയോ നോക്കുകയാണ് കേട്ടോ. ഒരു വല്ലാത്ത പക അവളുടെ ഉള്ളിലുണ്ട്. എന്തുകൊണ്ടാണ് ആ പക അവളുടെ ഉള്ളിൽ വന്നതെന്ന് അറിയില്ല. എന്തായാലും ആ ഒരു മഴയത്ത് സോജി അവളെ നോക്കി അവിടെ തന്നെ നടന്നു പോവാണ്. ഇതിനുശേഷം പാസ്റ്റർ അദ്ദേഹത്തിന്റെ ഭാര്യയെ പിക്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അതേ നേരം തന്നെ അവിടെ വലിയൊരു ചർച്ചിന്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അത് കണ്ട സമയത്ത് പാസ്റ്ററുടെ ഭാര്യ ഒരു കാര്യം പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു ചർച്ചിലേക്ക് പാസ്റ്ററായിട്ട് നിങ്ങൾ തന്നെ വരണം. നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ടാണല്ലോ ഇവിടുത്തെ ചർച്ചും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നത്. ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നത് തന്നെ അത് കാരണമാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ചെറിയ ചർച്ചിൽ നിന്നും ഇങ്ങോട്ടേക്ക് നിങ്ങൾ മാറണം. നമുക്കും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഉയർച്ച വേണ്ടേന്ന് ചോദിക്കുകയാണ്. പക്ഷേ അത് ഈ പാസ്റ്ററായിട്ട് ഒറ്റയടിക്ക് അങ്ങോട്ട് തീരുമാനിക്കാനൊന്നും പറ്റില്ല. ഇയാളുടെ മുകളിൽ വേറെയും ആൾക്കാരുണ്ട്. അപ്പൊ അവരോട് ചെന്ന് സംസാരിക്കട്ടെ എന്ന് ഈ ചെറിയ പാസ്റ്റർ പറയാം. ഇതിനുശേഷം കാണിക്കുന്നത് ജീവനെയാണ്. അവൾ ചർച്ചിലെ ആ ഒരു പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പിന്നീട് വീട്ടിലേക്ക് വരികയാണ്. അവളുടെ വീട്ടിൽ തന്നെ അച്ഛനും ഉണ്ട് കേട്ടോ. അവളുടെ അച്ഛനൊരു കൺസ്ട്രക്ഷൻ തൊഴിലാളിയാണ്. അതുപോലെ തന്നെ ജിയു വീട്ടിലേക്ക് വന്ന സമയത്ത് അവിടെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചത് കാണുന്നുണ്ട് കേട്ടോ. അത് അവളുടെ അനിയത്തിയാണ്. എന്നാൽ അവളുടെ അനിയത്തി ഇപ്പൊ ജീവനോടെ ഇല്ല. ചിലപ്പോൾ അതായിരിക്കും അവളുടെ മുഖത്തെ ആ ഒരു ദുഃഖത്തിന്റെ കാരണം. എന്തായാലും അച്ഛന്റെ അരികിൽ പോയിരിക്കുകയാണ്. പണിയൊക്കെ എങ്ങനെ പോകുന്നു അച്ഛന്ന് എന്തെങ്കിലുമൊക്കെ ചോദിക്കണ്ടേ. അപ്പൊ ആ വകയിൽ ജിയു ചോദിക്കുന്നുണ്ട്. അപ്പൊ അവളുടെ അച്ഛൻ പറയണ കുഴപ്പമൊന്നുമില്ല മോളെ. അല്ല മോളെ, നിന്റെ ടീമും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നില്ല. പിന്നെ എന്തിനാണ് ഈ ക്രിമിനൽസിനെ പിടിക്കാൻ പോകുന്ന ആ ഒരു ടീമിൽ തന്നെ നീ പോയി ജോയിൻ ചെയ്തത്? എന്തിനാണ് ഓവർ റിസ്ക് എടുക്കുന്നത്? അതുപോലെ തന്നെ ആ സോജിയുടെ പിന്നാലെ നീ ഫോളോ ചെയ്ത് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. ഒരാളെ എനിക്ക് നഷ്ടമായി. ഇനി നിന്നെ കൂടെ നഷ്ടപ്പെടുത്താൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയാണ്. അതായത് ഇവിടുന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ജീവന് ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അവൾ മരിച്ചു പോയിട്ടുണ്ട്. ചിലപ്പോൾ അതിന്റെ കാരണക്കാരൻ ആ ഒരു സോജി ആയിരിക്കാം. അതുകൊണ്ടായിരിക്കുമല്ലോ ജിയോ അവൻ അങ്ങനെ ഫോളോ ചെയ്യുന്നത്. ഇതിനുശേഷം വീണ്ടും നമ്മുടെ പാസ്റ്ററെ കാണിക്കുകയാണ്. പാസ്റ്റർ ഇപ്പൊ നേരെ അവന്റെ ബോസ് ആയിട്ടുള്ള അവന്റെ മുകളിൽ നിൽക്കുന്ന പാസ്റ്റർ ഷാനെ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പാസ്റ്റർ കണ്ടപാട് തന്നെ ഈ പാസ്റ്റർ ഷാൻ അവനെ വിളിച്ചിരുത്തുകയാണ്. എന്തൊക്കെയാ വിശേഷങ്ങൾ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ പാസ്റ്റർ ചോദിക്കുകയാണ്, പുതിയ ചർച്ചും കാര്യങ്ങളൊക്കെ പണി നടക്കാൻ തുടങ്ങിയല്ലേ, എന്താണ് അതിന്റെ വിശേഷങ്ങളൊക്കെ? ഇപ്പൊ അവന്റെ ആ ഒരു ബോസ് അതായത് പാസ്റ്റർ ഷാൻ പറയാണ്, നന്നായിട്ട് പോകുന്നു. അതുപോലെ തന്നെ അവിടെ നിൽക്കാൻ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പാസ്റ്റർ കിട്ടുകയാണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. നിന്റെ പരിചയത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഉണ്ടെങ്കിൽ ഞാൻ പറയാന്ന് പാസ്റ്റർ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ പാസ്റ്ററിന്റെ മുഖക്കാകെ വാടിപ്പോയിട്ടുണ്ട്. ഇവിടെയുള്ള ഈ ചർച്ചിന് വേണ്ടി ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ആളാണ് നമ്മുടെ ഈ പാസ്റ്റർ. അപ്പൊ അവനെയല്ലേ അവിടെ നിയോഗിക്കേണ്ടത്. അപ്പൊ ആ ഒരു വിഷമത്തിൽ അവൻ പുറത്തേക്ക് വരുമ്പോൾ ഈ പാസ്റ്റർ ഷാൻ ഉണ്ടല്ലോ, അയാളുടെ മകൻ തന്നെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവനും ചെറിയൊരു വിഷമത്തിലാണ്. കാരണം ഈ നടക്കാൻ പോകുന്ന വലിയ ചർച്ച് അതിന്റെ പാസ്റ്ററായിട്ട് ഇവനെയാണ് നിയോഗിക്കാൻ പോകുന്നത് എന്ന് ഈ ചെറുക്കന് അതിന് യാതൊരു ആഗ്രഹമില്ല. കാരണം അവനേക്കാൾ അർഹത ആ പൊസിഷനിൽ ഇരിക്കാൻ നമ്മുടെ ഈ പാസ്റ്റർക്ക് തന്നെയാണെന്ന് അവന് നന്നായിട്ട് അറിയാം. ആ ഒരു കാര്യം പാസ്റ്ററിനോട് അവൻ പറയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പാസ്റ്ററിന് ഭയങ്കരമായിട്ട് വിഷമാവുകയാണ്. ഈ കുട്ടി മനസ്സിലാക്കിയ കാര്യം വരെ അവന്റെ ബോസ് മനസ്സിലാക്കുന്നില്ലല്ലോ. ആ ഒരു മഴയത്ത് ചെറുതായിട്ട് കരഞ്ഞുകൊണ്ട് അവൻ പോവുകയാണ്. എങ്ങനെയൊക്കെ നോക്കിയാലും നമ്മുടെ പാസ്റ്ററിന്റെ ലൈഫ് കുറച്ച് ട്രാജിക് ആയ രീതിയിലാണ് പോകുന്നത്. ഭാര്യ ചതിക്കുന്നുണ്ട്. ഒരു അവിഹിത റിലേഷൻ അവക്കുണ്ട്. അതുപോലെ പ്രൊഫഷണലി യാതൊരു ഉയർച്ചയും കിട്ടുന്നില്ല. കഴിവുണ്ടായിട്ടും ഉയർന്നു വരാനായിട്ട് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ ദൈവത്തോട് പോയിട്ട് പാസ്റ്റർ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ, എന്റെ ലൈഫിൽ നീ എനിക്ക് എന്തൊക്കെയാണ് മാറ്റിവെച്ചതെന്ന് എനിക്കൊരു ധാരണയില്ല. പക്ഷേ എനിക്ക് എന്ത് തന്നാലും ഞാനത് സഹിക്കും. എത്രയൊക്കെ വേദന എന്റെ ഉള്ളിലേക്ക് ഇട്ട് തന്നാലും അതൊരു പരീക്ഷണമാണെന്ന് ഞാൻ കരുതിക്കോളാം. എല്ലാവർക്കും ഞാൻ ക്ഷമിച്ചു കൊടുക്കും. എന്ത് ഉത്തരവാദിത്വം എന്റെ കയ്യിൽ തന്നാലും ഞാനത് നല്ലപോലെ ചെയ്യും. അതായത് ഈ ഒരു പാസ്റ്റർ ഉണ്ടല്ലോ, ഒരു തികഞ്ഞ ദൈവവിശ്വാസിയാണ്. വിശ്വാസത്തിനപ്പുറത്തായിട്ട് ഇയാൾ ഒന്നും ചെയ്യില്ല. അത്രയും നിഷ്കളങ്കനായിട്ടുള്ള ഒരു മനുഷ്യൻ കൂടിയാണ്. ആ സമയത്താണ് ഇയാളുടെ ഭാര്യ വിളിക്കുന്നത്. ഇന്ന് വൈകുന്നേരം സ്കൂളിൽ പോയിട്ട് മോളെ കൂട്ടാൻ വേണ്ടി പാസ്റ്ററിനോട് ഭാര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പാസ്റ്റർ ആ ഒരു കാര്യം മറന്നുപോയി. പിന്നീട് സ്കൂളിലേക്ക് വിളിച്ചു നോക്കുമ്പോൾ ഓൾറെഡി അവിടുന്ന് മകള് പോയി എന്നുള്ള കാര്യമാണ് ഭാര്യ പറയുന്നത്. പാസ്റ്റർക്കാകെ ടെൻഷൻ ആവുകയാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാ, മകൾ എവിടെ പോയി? പല സ്ഥലത്തും വിളിച്ചു നോക്കി, യാതൊരു വിവരവുമില്ല. ഈ നേരത്താണ് പാസ്റ്റർ അവിടെ ഒരു കാര്യം കാണുന്നത്. അതായത് ഇന്ന് രാവിലെ വന്ന ആ സോജി ഉണ്ടല്ലോ, അവന്റെ ഫോട്ടോ അവിടെ പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചായിരുന്നു. ആ ഫോട്ടോയിൽ മഴത്തുള്ളി വീണിട്ട് ആ ഫോട്ടോയൊക്കെ ആകെ അതിന്റെ കളറൊക്കെ ആകെ ഇളകിപ്പോയിട്ടുണ്ട്. അതേ നേരം തന്നെ ആ ഒരു ടേബിളിൽ നോർമലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഫോട്ടോ ഫ്രെയിം എല്ലാം തിരിച്ചു വെച്ചിരിക്കുകയാണ്. അതായത് സോജി ആ ഒരു ഫോട്ടോ എടുത്ത് നോക്കിയിട്ടുണ്ട്. ഇപ്പോഴാണ് പാസ്റ്ററിന്റെ ഉള്ളിൽ ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയത്. ആരാണ് ഈ സോജി? എന്ത് കുറ്റം ചെയ്തിട്ടാണ് അവൻ ജയിലിൽ പോയത്? ഇത് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ പാസ്റ്റർ ആകെ ഞെട്ടിപ്പോവാണ്. ചെറിയ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതിന്റെ പേരിലാണ് അവൻ ജയിലിലായത്. ഇത് കണ്ട പാടിനെ പാസ്റ്റർ ആകെ ഞെട്ടിപ്പോയി കേട്ടോ. അതായത് സ്വന്തം മകളെയും ഇവൻ തന്നെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാവുമോ എന്നുള്ള ആ ഒരു ഭയത്തില് സോജിയുടെ അഡ്രസ്സ് എങ്ങനെയൊക്കെയോ പാസ്റ്റർ തപ്പി പിടിക്കുന്നുണ്ട്. പിന്നീട് ആ ഒരു മഴയത്ത് തന്നെ അങ്ങോട്ടേക്ക് പോവാണ്. ഇതിനുശേഷം നമ്മുടെ ജീവനെ കാണിക്കുകയാണ് കേട്ടോ. അവളൊരു പോലീസുകാരിയായിരുന്നല്ലോ. അവളുടെ ഒരു പഴയ ഫ്ലാഷ് ബാക്ക് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ജിയോ ഒരു പോലീസുകാരിയായിരുന്നല്ലോ. ഒരു ദിവസം അവളുടെ അനിയത്തി സ്കൂൾ വിട്ടിട്ട് കുറെ നേരമായിട്ട് വീട്ടിലേക്ക് വന്നിട്ടില്ല. പിന്നീട് അവൾ ഫോണിലേക്ക് വിളിച്ചു നോക്കിയപ്പോൾ ഞാൻ ഇപ്പൊ വരാ ചേച്ചി എന്ന് അവൾ മറുപടിയും കൊടുത്തു. എന്നാൽ സത്യത്തിൽ ആ സമയത്ത് ജിയോയുടെ അനിയത്തി ഈ സോജിയുടെ പിടിയിലായിരുന്നു. അവളുടെ കഴുത്തിൽ കത്തി വെച്ച് പേടിപ്പിച്ച് സോജി അവളെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഞാൻ ഇപ്പൊ വീട്ടിലേക്ക് എത്തിക്കോളാന്ന്. പിന്നീട് അവളെ സോജി കൊല്ലുകയും ചെയ്തു. കുറച്ചു ദിവസം കഴിഞ്ഞിട്ടാണ് ജീവന് അവളുടെ അനിയത്തിയുടെ ബോഡി കിട്ടുന്നത് തന്നെ. പക്ഷെ അതിനുശേഷം ജീവന് എന്താ പറയാ,
ഹെലൂസിനേഷൻ പല തവണയായിട്ട് അങ്ങനെ വരുന്നുണ്ട്. അതായത് അവളുടെ അനിയത്തിയുടെ രൂപം മുന്നിൽ വന്നു നിൽക്കുന്നത് പോലെ തോന്നും. എന്നിട്ട് അവള് പറയും, ചേച്ചി 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 നല്ലൊരു പോലീസുകാരി ആയിരുന്നില്ലേ, എന്നിട്ടും എന്തുകൊണ്ടാ എന്നെ രക്ഷിക്കാതിരുന്നത്, എന്നെ രക്ഷപ്പെടുത്താൻ വന്നില്ലല്ലോ, അയാൾ എന്നെ എത്ര ഉപദ്രവിച്ചെന്നറിയോ, എന്നെ പൂട്ടിയിട്ടിരിക്കുന്ന റൂമിന്റെ വാതിലിലേക്ക് ഞാൻ എപ്പോഴും നോക്കും, ഓരോ തവണ അത് തുറക്കുമ്പോഴും അതെന്റെ ചേച്ചി ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. പക്ഷെ ഒരു തവണ പോലും അത് ചേച്ചി ആയിരുന്നില്ല, അത് അയാളായിരുന്നു, അയാൾ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു, എന്നെ കൊന്നു കളഞ്ഞു ചേച്ചി എന്ന രീതിയിലൊക്കെ പല രീതിയിലും ജിയുടെ അനിയത്തിയുടെ ആ ഒരു ഇലൂഷൻ അവൾക്ക് അങ്ങനെ വന്നു പോകും. അതുകൊണ്ട് തന്നെ പല ടാബ്ലറ്റും ജിയു കഴിക്കുന്നുണ്ട്. സിനിമയുടെ ആരംഭത്തിൽ സുൻഹോ എന്ന ആ ഒരു പെൺകുട്ടി ജിയുടെ ദേഹത്ത് തട്ടിയപ്പോൾ കുറച്ച് ടാബ്ലറ്റ് വീണുപോയില്ലേ, അത് ആ ടാബ്ലറ്റ് ആയിരുന്നു. ഇതേ നേരം തന്നെ മഴ പെയ്യുന്ന ആ രാത്രിയിൽ പാസ്റ്റർ എങ്ങനെയൊക്കെ ആ ഒരു സോജിയുടെ അഡ്രസ്സ് കണ്ടുപിടിച്ച് അവന്റെ ആ ഒരു വീടിന്റെ ഭാഗത്തേക്ക് പോയില്ലേ. എന്നാൽ ആ രാത്രിയിൽ ഈ സോജി അവന്റെ കാറിന്റെ ഡിക്കിയിലേക്ക് കുറച്ച് ആയുധങ്ങളും അതായത് മൺവെട്ടിയും കയറും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കുന്നത് ഈ പാസ്റ്റർ കണ്ടു. അപ്പൊ തന്നെ പാസ്റ്റർക്ക് ഒരു കാര്യം മനസ്സിലായി, മിക്കവാറും തന്റെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാവുക ഇവൻ തന്നെയായിരിക്കും. ഭയത്തിൽ പാസ്റ്റർ വേഗം തന്നെ ഫോൺ എടുത്ത് പോലീസിന് വിളിക്കാൻ നോക്കുമ്പോൾ മര്യാദക്ക് സിഗ്നലും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. കോള് കണക്ട് ആയെങ്കിലും പറയുന്ന കാര്യങ്ങളൊന്നും പോലീസുകാർക്ക് അങ്ങോട്ടേക്ക് മനസ്സിലാവുന്നില്ല. പിന്നീട് ഫോൺ ആണെങ്കിൽ സ്വിച്ച് ഓഫ് ആയി പോവുകയും ചെയ്തു. വേഗം തന്നെ അത് ചാർജിലിടുകയാണ്. ഇതേ നേരം സോജി ആണെങ്കിൽ അവന്റെ ഡിക്കിയിലേക്ക് കയറും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇട്ട് അവിടുന്ന് പോകാൻ നിൽക്കുമ്പോൾ കുറച്ച് അപ്പുറത്ത് കിടക്കുന്ന നമ്മുടെ പാസ്റ്ററിന്റെ വണ്ടി കാണുന്നുണ്ട്. എന്നാൽ വലിയ കാര്യമാക്കാതെ അവൻ അവിടുന്ന് പോവാണ്. അവൻ പോയി ആ റൂട്ടിലൂടെ തന്നെ പാസ്റ്ററും പോകുന്നുണ്ട് കേട്ടോ. കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോയപ്പോൾ രണ്ട് വഴി കാണുന്നുണ്ട്. ഒന്ന് നോർമൽ ആയിട്ടുള്ള റോഡ്, ഒരെണ്ണം കാട്ടിലേക്കുള്ള റോഡ്. മിക്കവാറും ഏത് വഴിയിലൂടെ ആയിരിക്കും സോജി പോയിട്ടുണ്ടാവുക, കാട്ടിലേക്കുള്ള ആ ഒരു വഴി ഉണ്ടല്ലോ അതിലൂടെ തന്നെ. അങ്ങനെ കുറെ ദൂരം ആ ഒരു റോഡിലൂടെ അങ്ങനെ പോകുന്നുണ്ടെങ്കിലും സോജി പോയ ആ ഒരു കാറ് അവന് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ വണ്ടി അവിടെ പാസ്റ്റർ നിർത്തുകയാണ്. അപ്പോഴേക്കും ഫോണിൽ ചെറുതായിട്ട് ചാർജ് ആയി വരുന്നുണ്ട്. എന്നാൽ പാസ്റ്റർ സോജിയെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം സോജിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആരാണ് എന്നെ ഫോളോ ചെയ്യുന്നത് ഇതറിയാൻ വേണ്ടി സോജി ചെറിയൊരു പരിപാടി ഒപ്പിച്ചായിരുന്നു. മനഃപൂർവ്വം തന്നെ ഈ കാടിന്റെ ഭാഗത്തേക്ക് വന്നതാണ്. മാത്രമല്ല പാസ്റ്ററുടെ കാറിന്റെ പിന്നിൽ ഇപ്പൊ സോജിയുടെ കാറ് വന്ന് നിൽക്കുകയാണ്. അവൻ ഹെഡ്ലൈറ്റ് ഓൺ ആക്കി. അപ്പൊ തന്നെ പാസ്റ്റർ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. അവന്റെ കയ്യിൽ പെട്ടുപോയി എന്ന് മനസ്സിലായി. പിന്നീട് ഈ സോജി വന്ന് നോക്കുമ്പോൾ കാറിന്റെ ഉള്ളിൽ പാസ്റ്ററാണ്. അപ്പൊ നോർമൽ ആയിട്ട് തന്നെ അവൻ സംസാരിക്കുന്നുണ്ട്. നിങ്ങളായിരുന്നു ഇതെന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ വരുന്നത്? അവൻ പല കാര്യം ചോദിക്കുന്നുണ്ടെങ്കിലും ഗ്ലാസ് താത്താതെ നമ്മുടെ പാസ്റ്റർ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഫോൺ ഇങ്ങനെ ചാർജ് ആക്കി നോക്കുകയാണ്. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ സോജി പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. നോർമൽ ആയിട്ട് തന്നെ ഓക്കെ സംസാരിക്കുന്നതിൽ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് തിരിച്ചു പോവാണ്. എന്നാൽ അവൻ പോയപ്പോ പിന്നാലെ തന്നെ പാസ്റ്ററും പോകുന്നുണ്ട്. എന്നിട്ട് ഈ സോജി വന്ന കാറുണ്ടല്ലോ അതിന്റെ ഡോറ് വേഗം പോയിട്ട് തുറന്നിട്ട് അതിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ നോക്കുകയാണ്. ഇപ്പൊ സോജി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ പറ്റിയത്, നിങ്ങൾ ആരെയും നോക്കുന്നത്? പെട്ടെന്ന് തന്നെ പാസ്റ്റർ എന്റെ മോളെ എവിടെടാ, നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവന്റെ കാലിലെ ആ ഒരു ബാഡ്ജ് അത് അവിടെ ഉണ്ടോ നോക്കുമ്പോൾ അവന്റെ രണ്ട് കാലിലും അങ്ങനെ ഒരു ബാഡ്ജ് കാണുന്നില്ല. അത് അവൻ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അതിനർത്ഥം ഈ രാത്രിയിൽ അവൻ എന്തോ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു ബാഡ്ജ് കാലിൽ നിന്നും അവൻ അഴിച്ചു മാറ്റിയത്. കള്ളത്തരം പുറത്തായി എന്ന് ഈ സോജിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പാസ്റ്ററിനെ അവൻ ആക്രമിക്കാൻ നിൽക്കുമ്പോഴേക്കും പാസ്റ്റർ അവിടെ നിന്ന് ഓടി അയാളുടെ കാറിൽ കയറിയിട്ട് ഫോൺ എടുത്ത് പോലീസുകാരെ വിളിക്കാൻ നോക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും സോജി വന്ന് പാസ്റ്ററിനെ പിടിക്കുകയാണ്. രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ പാസ്റ്റർ കൊടുത്ത ആ ഒരു ചർച്ചിലെ കോട്ടുണ്ടല്ലോ അതാണ് ഈ സോജി ഇട്ടിരിക്കുന്നത്. അതിന്റെ ആ ഒരു ക്യാപ്പ് പിടിച്ചു വലിച്ച് അവന്റെ മുഖത്തേക്കിട്ട് അവന് കാണാൻ പറ്റാത്ത രീതിയിലാക്കിയിട്ട് അവൻ ഒറ്റ തള്ളലാണ് പാസ്റ്റർ. എന്നാൽ തൊട്ടപ്പുറത്ത് തന്നെ അത്യാവശ്യം ഹൈറ്റ് ഉള്ള ഒരു ചെരിവുള്ള ഒരു ഭാഗം ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് ഈ ഒരു സോജി ചെന്ന് വീഴുകയാണ്. ആ വീഴ്ചയിൽ അവന്റെ തല എവിടെയോ പോയി തട്ടി ഇച്ചിരി ബ്ലഡ് എല്ലാം പോയിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ അവന് ബോധമൊന്നുമില്ല. ആ സമയത്തുണ്ട് പാസ്റ്ററിന് ഒരു കോള് വരുന്നത്. വിളിച്ചത് മറ്റാരുമല്ല ഭാര്യ തന്നെ. അപ്പൊ ഭാര്യ വിളിച്ച് പറയുന്ന കാര്യം മോളെ കിട്ടിയെന്നാണ്. മോളുടെ സുഹൃത്തായിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട്, അവളുടെ അച്ഛനാണ് ഇവരുടെ മോളെ കൂട്ടിക്കൊണ്ടുപോയത്. ഇപ്പൊ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. ഇത് കേട്ട് പാസ്റ്റർ ആകെ ഞെട്ടിപ്പോവാണ്. അതായത് ഈ സോജിയാണ് ഈ കാര്യം ചെയ്തേ എന്ന് വിചാരിച്ച് അവനിപ്പോ കൊല്ല് വരെ ചെയ്തിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ വല്ലാത്തൊരു ടെൻഷനിൽ പാസ്റ്റർ അങ്ങനെ നിൽക്കുകയാണ്. നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. അതേ നേരം തന്നെ ഒരു ഇടിമിന്നൽ ഉണ്ടാവുകയാണ്. ആ വെളിച്ചത്തിൽ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന മലയിൽ ഒരു പ്രത്യേക മുഖം ഈ പാസ്റ്റർക്ക് കാണാൻ കഴിഞ്ഞു. അത് കണ്ടപാടിനെ പാസ്റ്റർ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം ഇതുപോലൊരു മുഖം ദൈവം എനിക്കായിട്ട് കാണിക്കണമെങ്കിൽ ഇതൊരു സൂചനയല്ലേ, ഇതൊരു ദൂതല്ലേ. ഞാൻ ഇപ്പൊ ഈ ചെയ്ത കാര്യം അത് നല്ല കാര്യം തന്നെയാണ്, ദൈവം എന്നോട് ചെയ്യാൻ പറഞ്ഞ കാര്യമാണ്. അങ്ങനെ മനസ്സുകൊണ്ട് പാസ്റ്റർ വിശ്വസിക്കുകയാണ്. കാരണം ഈ മരിച്ചു കിടക്കുന്ന ആള് സോജി ഒരു നല്ല ആളെയല്ല. അപ്പൊ ഒരു വിധത്തിൽ പിന്നീട് ഈ സോജിയുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവൻ ഇട്ടിരിക്കുന്നത് ചർച്ചിലെ കോട്ടാണല്ലോ അത് ഊരി മാറ്റിയിട്ട് അവന്റെ ആ ഒരു ബോഡി എടുത്ത് താഴേക്ക് ഒരൊറ്റ എറിയാണ്. അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. താഴേക്ക് ചെന്ന് വീഴുന്നുണ്ട് അവന്റെ ആ ഒരു ബോഡി. എന്നിട്ട് വേഗം തന്നെ പാസ്റ്റർ അദ്ദേഹത്തിന്റെ ആ ഒരു കാർ എടുത്ത് ഇവിടുന്ന് പോവാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ഇപ്പൊ ജീവനെ കാണിക്കുകയാണ്. അവളിപ്പോ നേരെ ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് അവളുടെ പുതിയ ഓഫീസാണ്. അതായത് പുതിയ ഡിപ്പാർട്ട്മെന്റിലേക്ക് അവൾ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മുടെ നാട്ടിലെ ക്രൈം ബ്രാഞ്ച് എന്നൊക്കെ പറയില്ലേ, കൂടുതൽ ക്രിമിനൽ കേസും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന അതുപോലെ ഒരു സെക്ഷനാണിത്. അപ്പൊ അന്നേ ദിവസം വന്ന വാർഡ് തന്നെ പുതിയൊരു കേസ് വന്നിരിക്കുകയാണ്. അതായത് സൈക്കോ സീരിയൽ കില്ലർ ആയിട്ടുള്ള സോജി. അവൻ ഇന്നലെ മുതൽ കാണാനില്ല. അതുപോലെ തന്നെ അവന്റെ കാലിൽ നമ്മൾ കെട്ടിക്കൊടുത്തിരിക്കുന്ന ആ ഒരു ബാഡ്ജ് അത് അവന് ഊരി കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ രാത്രി ഒരു പെൺകുട്ടിയെ കാണാതായിട്ടുണ്ട്, സുൻഹോ. ആ പേര് കേട്ടപാട് തന്നെ ജിയു ഒന്ന് ഞെട്ടിപ്പോവാണ്. അന്ന് സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ട അതേ പെൺകുട്ടി തന്നെ. അതിന് പുറമെ തന്നെ നമ്മുടെ ഈ ഒരു ജീവന് സഹായിയായിട്ട് ഒരാൾ കൂടെ ഉണ്ട് കേട്ടോ. ഒരു പയ്യനാണ് തായോ. തായോ വന്നിട്ട് മറ്റൊരു വിവരം കൂടെ പറയുന്നുണ്ട്. ഇന്നലെ രാത്രി ഇവിടെ അടുത്തുണ്ടായിരുന്ന
ചർച്ചിലെ ഒരു പാസ്റ്റർ നമ്മുടെ ഫോണിലേക്ക് അതായത് ഇങ്ങോട്ടേക്ക് വിളിച്ചായിരുന്നു. പക്ഷെ പറയുന്ന കാര്യങ്ങളൊന്നും അത്ര വ്യക്തമായിരുന്നില്ല. എന്നിരുന്നാലും ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായി. അതായത് ഇന്നലെ രാത്രി ആ പാസ്റ്റർ സോജിയെ കണ്ടിട്ടുണ്ട്. ചില ആയുധങ്ങൾ ഡിക്കിയിലിട്ടുകൊണ്ട് അയാൾ എങ്ങോട്ടോ പോകുന്നതായിട്ട് പാസ്റ്റർ കണ്ടു എന്നാണ് നമ്മളോട് ഫോണിലൂടെ വിളിച്ചു പറഞ്ഞത്. പൂർണ്ണമായും സിഗ്നൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ വ്യക്തമായിട്ട് പാസ്റ്റർ എന്താന്ന് പറഞ്ഞതെന്ന് പോലീസുകാർക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും നിലവിൽ കാണാതായ സുൻഹ എന്ന ഒരു പെൺകുട്ടി, അവളെ കിഡ്നാപ്പ് ചെയ്തത് ഈ സോജി തന്നെയാണെന്ന് പോലീസുകാർ ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വേഗം എല്ലാവരും അവനിപ്പോ നിലവിൽ താമസിക്കുന്ന ആ വീട്ടിലേക്ക് ഒന്ന് ചെന്ന് നോക്കുകയാണ്. എന്നാൽ അവിടെ എത്തിയപാട് തന്നെ പോലീസുകാർ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. യാതൊരു സൗകര്യമില്ലാത്തൊരു വീട്, കിടക്കാനോ ഭക്ഷണം ഉണ്ടാക്കാനോ മര്യാദക്ക് ഒരു സ്ഥലവും ഇല്ലാത്ത ആ വീടിന്റെ പല ഭാഗത്തായിട്ട് ചുമരുകളിലായിട്ട് ഒറ്റക്കണ്ണുള്ള ഒരു ഡെവിളിന്റെ ചിത്രം വരച്ചു വെച്ചിരിക്കുകയാണ്. 1 ഐ ഡെവിൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനേക്കാൾ കൂടുതലായിട്ട് പോലീസുകാരെ ഞെട്ടിച്ചത് ഒരു റൂമിലെ ചുമരിൽ മുഴുവനായിട്ടും ഒറ്റക്കണ്ണ്, ഒരേ ഒരു കണ്ണ് മാത്രമായിട്ട് അവൻ വരച്ചു വെച്ചിരിക്കുകയാണ്. അതായത് ഈ സോജി വെറും ഒരു സീരിയൽ കില്ലർ മാത്രമല്ല, സാത്താൻ സേവിയും അതുപോലെയുള്ള ഡെവിൾസിലൊക്കെ വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണെന്ന് ഇതിലൂടെ പോലീസുകാർക്ക് മനസ്സിലായി. ഇതിനുശേഷം നമ്മുടെ പാസ്റ്ററെ കാണിക്കാം. ഇന്നലെ രാത്രി പാസ്റ്ററുടെ കൈകൊണ്ട് ഈ സോജി ഓൾറെഡി മരണപ്പെട്ട് കഴിഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ആ ഒരു ടെൻഷനിലാണ് പാസ്റ്റർ. അതുപോലെ തന്നെ ഫോണിൽ ഒരു കാര്യം സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അബദ്ധവശാൽ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ എത്രത്തോളം വർഷം ശിക്ഷയും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന്. അതങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ ജിയോ അതുപോലെ തന്നെ അസിസ്റ്റന്റ് ആയിട്ടുള്ള തായവും വരുന്നത്. ഇവര് രണ്ടുപേരും ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് ഇന്നലെ പാസ്റ്റർ വിളിച്ചായിരുന്നല്ലോ. അപ്പൊ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവര് വന്നപാടിനെ കാര്യം പറയുന്നുണ്ട്. ഇന്നലെ രാത്രി സുൻഹോ എന്നൊരു പെൺകുട്ടിയെ കാണാതായിട്ടുണ്ട്. അവൾ പലപ്പോഴായിട്ട് ഈ ചർച്ചിലേക്ക് വരുന്ന കാര്യം ഞങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഇന്നലെ രാത്രി നിങ്ങൾ ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് ഞങ്ങൾക്കൊന്ന് വ്യക്തമായിട്ട് അറിയണം. ഈ നേരത്ത് പാസ്റ്റർ ഒരു കാര്യം പറയുന്നുണ്ട്. സാറേ, സത്യം പറഞ്ഞാൽ ഈ സോജി എനിക്ക് നേരിട്ട് വലിയ പരിചയമൊന്നുമില്ല. ആകെ ഒരു ദിവസം മാത്രമാണ് അവൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അല്ല, നിങ്ങൾ ഇന്നലെ രാത്രി എന്തിനാണ് അവന്റെ വീട്ടിലേക്ക് പോയെന്ന് പാസ്റ്ററിനോട് ചോദിക്കുമ്പോൾ അത് ഇന്നലെ എന്റെ മകളെ പെട്ടെന്ന് കാണാതായി, ഞാൻ ആകെ ടെൻഷനായി പോയി. അതുപോലെ തന്നെ ഇന്നലെ അവൻ വന്ന സമയത്ത് അവന്റെ കാലിലെ ആ ഒരു ബാഡ്ജ് ഞാൻ കണ്ടു. അവനൊരു കൊലയാളിയാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എന്റെ മോൾ കാണാതായി. പിന്നെ അവന്റെ ആ ഒരു ഇന്നലെയുള്ള വെറുത്ത് എല്ലാം കൂടി ആയപ്പോൾ എനിക്കൊരു സംശയം തോന്നി എന്റെ മകളെ കൊണ്ടുപോയത് അവനായിരിക്കുമെന്ന്. അതുകൊണ്ടാണ് അവന്റെ അഡ്രസ്സും കണ്ടുപിടിച്ച് ഞാൻ അങ്ങോട്ടേക്ക് പോയത്. അങ്ങനെ ഞാൻ പോയി നോക്കുമ്പോഴാണ് അവന്റെ കാറിന്റെ ഡിക്കിയിലേക്ക് കയറും കോടാലിയും ഇതെല്ലാം വെക്കുന്നത് ഞാൻ കണ്ടത്. എന്നാൽ അപ്പൊ തന്നെ എന്റെ ഭാര്യ എന്നെ വിളിച്ചു, മകളെ തിരിച്ചു കിട്ടിയെന്ന് പറയാണ്. അവളൊരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോയതായിരുന്നു. പിന്നീട് എന്താ സംഭവിച്ചത്, വേറെ എന്തെങ്കിലും കണ്ടായിരുന്നു ചോദിച്ചപ്പോൾ പാസ്റ്റർ പറയണം, ഇല്ല, എന്റെ മകളെ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പോയെന്ന് പറയണം. അതായത് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാതെ പാസ്റ്റർ മറച്ചു വെക്കാണ്. ശരി, ഇതും പറഞ്ഞ അവിടെയുള്ള കാര്യങ്ങൾ ചുറ്റും നമ്മുടെ ജിയോ അങ്ങനെ നോക്കുകയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ചെളിയായി കിടക്കുന്ന ഒരു കോട്ട് അവൾക്ക് കാണാൻ പറ്റി. അതുപോലെ തന്നെ പുറത്തേക്ക് പോകാൻ നേരത്ത് അവിടെ അഴിച്ചു വെച്ച ഒരു ഷൂ കാണുന്നുണ്ട്. ആ കോട്ടിൽ കണ്ട അതേ ചളി തന്നെ ആ ഷൂവിലുണ്ടായിരുന്നു. ഈ കാര്യം ജിയോ ഒന്ന് നോട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ പാസ്റ്റർ ഉണ്ടല്ലോ, പോലീസുകാർ വന്ന് അന്വേഷിച്ച് പോയേ പിന്നെ വല്ലാണ്ട് പേടിച്ചു പോയി കേട്ടോ. പിടിക്കപ്പെടും എന്നുള്ള ആ ഒരു ഭയം ഉള്ളിലേക്ക് കയറി കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേഗം അവന്റെ ബോസ് ആയിട്ടുള്ള പാസ്റ്റർ ഷാനെ വിളിച്ചിട്ട് എനിക്കൊരു കാര്യം പറയാണ്ട് ഒന്ന് ഇങ്ങോട്ടേക്ക് വരുമെന്ന് ചോദിക്കുകയാണ്. അതേ നേരം തന്നെ ഈ പാസ്റ്ററും പറയുന്നുണ്ട്, എടാ എനിക്കൊരു കാര്യം പറയാണ്ട്, വാ നമുക്ക് നേരിട്ട് കണ്ടൊന്ന് സംസാരിക്കാന്ന്. അങ്ങനെ ആ ബോസിന്റെ അടുത്തേക്ക് നമ്മുടെ പാസ്റ്റർ ചെല്ലുകയാണ്. കണ്ട വാർഡിന് അയാൾ ഭയങ്കര വിഷമത്തിൽ കരഞ്ഞോണ്ടൊരു കാര്യം പറയുന്നുണ്ട്. എടാ, എന്റെ മോനെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടല്ലേ. അവൻ എന്നോട് കാണിച്ച എന്താണെന്നറിയോ, ഒരു പെൺകുട്ടിയുമായിട്ട് അവൻ പ്രണയത്തിലായിരുന്നു. പക്ഷെ അവനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവൻ ഞാൻ തിരിച്ചു കൊണ്ടുവന്നു. എന്നാൽ ആ പെൺകുട്ടി അവന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോ മുഴുവനും നമ്മുടെ ചർച്ചിന്റെ ഗ്രൂപ്പിലേക്ക് കിട്ടു. നമ്മുടെ കുടുംബത്തിന്റെ മാന ആകെ പോയടാ. എന്തായാലും കുറച്ചു നാളത്തേക്ക് ഞാൻ അവന് വിദേശത്തേക്ക് പഠിക്കാൻ വിടുകയാണ്. അതുപോലെ തന്നെ ഞാൻ കെട്ടാൻ പോകുന്ന ആ ഒരു പുതിയ ചർച്ച ഉണ്ടല്ലോ, അതിന്റെ മേൽനോട്ടം മുഴുവനും നീ തന്നെ നോക്ക്, നീയാണ് ഇനി അവിടുത്തെ പാസ്റ്റർ എന്ന് പറയണം. ഇത് കേട്ട സമയത്ത് അവന്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ബോസിനോട് പറയേണ്ടതെന്ന് തിരിയുന്നുമില്ല. അവന്റെ കൈകൊണ്ട് ഒരാൾ മരണപ്പെട്ടു. ആ കാര്യം പറയാനാണ് അവൻ ശരിക്കും ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ. എന്നാൽ അതിനേക്കാൾ വലിയൊരു സർപ്രൈസ് ആണ് അവന്റെ ബോസ് ഈ പാസ്റ്റർ ഷാൻ അവന് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ദൈവത്തിന്റെ കളികളാണ്. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും ഇന്നലെ നടന്ന കാര്യങ്ങൾ പാസ്റ്റർ ഈ ഒരു ബോസിനോട് പറയാതെ അവിടുന്ന് തിരിച്ചു പോവാണ്. ഇവിടെ സീൻ കേട്ട ഈ അടുത്ത സീനിൽ ഒരു ഡോക്ടറെ കാണിക്കുകയാണ്. അതായത് ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്ന സമയത്ത് ഈ സോജി ഉണ്ടല്ലോ, ഈ സൈക്കോ, അവൻ ഈ ഡോക്ടറുടെ അടുത്തേക്കാണ് കൗൺസിലിങ്ങിനൊക്കെ വന്നിരുന്നത്. ബേസിക്കലി അവന് മെന്റലി കുറെ പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്നാൽ കൗൺസിലിങ്ങിലൂടെ അതെല്ലാം ഈ ഒരു ഡോക്ടർ പതിയെ മാറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പഴയ ആ ഒരു സ്വഭാവം എല്ലാം മാറ്റി സാധാരണ ഒരു മനുഷ്യനെ പോലെ തന്നെ അവനായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഡോക്ടറുടെ അടുത്തേക്ക് വന്നിട്ട് നമ്മുടെ ജിയോ അസിസ്റ്റന്റ് ആയിട്ടുള്ള തായോ രണ്ടുപേരും ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അതായത് നല്ല രീതിയിൽ തന്നെയാണ് സോജിയുടെ ലൈഫ് കുറച്ച് ദിവസമായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് എങ്ങനെയാണ് ഇവനൊരു കില്ലറായിട്ട് വീണ്ടും മാറിയത്? അതായത് അവന്റെ ഉള്ളിലെ മൃഗം പുറത്തു വരുന്ന രീതിയിൽ ട്രിഗർ ആവുന്ന എന്തോ ഒരു കാര്യം അവന്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. ഇതേ നേരം തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതായത് ജിയുടെ അനിയത്തി അവളെ കൊന്നതിന്റെ പേരിൽ ഈ സോജിയെ അറസ്റ്റ് ചെയ്തു. കോടതിയിൽ നിന്ന് വിധിയും കാര്യങ്ങളൊക്കെ വരാനിരിക്കുകയാണ്. അതേ നേരം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഈ ഡോക്ടർ ഇവനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ കോടതിയുടെ മുൻപാകെ പറയാണ്. ഒരു ക്രൂരനായിട്ടുള്ള സൈക്കോ കില്ലറായിട്ട് ഈ സോജി മാറാൻ കാരണം അവൻ മാത്രമല്ല, ഈ സൊസൈറ്റി കൂടെയാണ്. അവന്റെ രണ്ടാമത്തെ അച്ഛൻ വളരെ ക്രൂരമായിട്ട് 10 വർഷം കാലത്തോളം അവനെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചു. അതിന്റെ പരിണിത ഫലമായിട്ടാണ് ഇവൻ ഒരു മൃഗത്തെ പോലെയായി മാറിയത്. സോ പൂർണ്ണമായിട്ടും കുറ്റം ഇവന്റെ തലയിൽ മാത്രം ഇടാൻ പറ്റില്ല എന്ന് ആ ഒരു ഡോക്ടർ പറയുന്ന സമയത്ത് നമ്മുടെ ജീവന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. ഇവനെപ്പോലെ ഒരു കൊലയാളി, ഒരു മൃഗം എന്റെ സഹോദരിയെ കൊന്നുകളഞ്ഞു
എന്നിട്ട് അതിന്റെ പേരിൽ അവനെ ന്യായീകരിക്കാൻ നിൽക്കുകയാണോ, ഇവിടെ വെച്ച് തന്നെ അവനെ വെടിവെച്ച് കൊല്ലണമെന്നുണ്ട്. ജിയോ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയപ്പോൾ ബാക്കിയുള്ള പോലീസുകാർ അവൾ അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവാണ്. അതായത് ഡോക്ടറോ അദ്ദേഹത്തിന്റെ ആ ഒരു ജോലിയാണ് അവിടെ വെച്ച് ചെയ്തത് കേട്ടോ. ഫ്ലാഷ് ബാക്കിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഡോക്ടർ അദ്ദേഹത്തിന്റെ ആ ഒരു ഹോസ്പിറ്റലിൽ വിട്ട് പുറത്തേക്ക് വന്ന സമയത്ത് ഇയാളെ നേരിട്ട് കണ്ട് ഒന്നും കൂടെ സംസാരിക്കാനായിട്ട് അങ്ങോട്ടേക്ക് ജിയോ വരികയാണ്. ജിയോ ഒരു കാര്യം അവിടെ വെച്ച് പറയുന്നുണ്ട്, ഡോക്ടർക്ക് എന്നെ മനസ്സിലായോ, 5 വർഷങ്ങൾക്ക് മുന്നേ സോജി എന്ന ഒരു ആള് എന്റെ അനിയത്തിയെ കൊന്നതിന്റെ പേരിലാണ് ജയിലിലേക്ക് പോയത്. എന്നാൽ ആ സമയത്ത് അവൻ എന്തോ അസുഖമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ നിയമത്തിന്റെ പല രീതിയിലുള്ള പരിരക്ഷ അയാൾക്ക് നൽകി. അതുകൊണ്ട് തന്നെ ശിക്ഷയിൽ ഇളവ് കിട്ടി, കുറെ ആളുടെ സപ്പോർട്ടൊക്കെ അയാൾക്ക് കിട്ടി. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, അവന്റെ ഭ്രാന്ത് കാരണം മരിച്ചു പോയത് എന്റെ അനിയത്തിയാണ്, എന്റെ കുഞ്ഞനിയത്തിയാണ്. അന്ന് അവന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ശിക്ഷ അന്ന് ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു പെൺകുട്ടി കാണാതാവില്ലായിരുന്നു. സുൻഹോ എന്ന മറ്റൊരു പെൺകുട്ടിയുടെ ഇപ്പൊ കാണാതായിട്ടുണ്ട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയാണ്, ജിയോ നീ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പറയുന്നതും സംസാരിക്കുന്നതും എന്റെ ജോലിയാണ്. ഞാനൊരു ഡോക്ടറാണ്. ഞാൻ ഡോക്ടർ ആയിരിക്കുമ്പോൾ എന്റെ അടുത്തേക്ക് വരുന്ന എല്ലാവരും എന്റെ പേഷ്യൻസ് ആണ്. അപ്പൊ അതാരായാലും എനിക്ക് അവരൊരു പേഷ്യന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നീ ആദ്യം ആ ഒരു കാര്യം മനസ്സിലാക്കണം. സത്യം പറയുകയാണെങ്കിൽ ആ ഒരു സോജി ഒരു മാനസിക രോഗി തന്നെയാണ്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് നമ്മുടെ പാസ്റ്റർ ഉണ്ടല്ലോ, അദ്ദേഹത്തെ കാണാനായിട്ട് കാണാതായ സുൻഹോയുടെ അമ്മ വന്നിരിക്കുകയാണ്. വളരെ വിഷമത്തിലാണ്. ഇതുവരെയായിട്ട് ഒരു വിവരം കിട്ടിയിട്ടില്ല. എന്റെ മോള് മരിച്ചോ ഇല്ലയോ എന്ന് പോലും എനിക്ക് അറിയില്ല. എന്താണ് പാസ്റ്റർ, എന്താ ഞാൻ ചെയ്യേണ്ടത്? ഇപ്പൊ പാസ്റ്റർ പറയാണ്, നിങ്ങളെ പേടിക്കൊന്നും വേണ്ട, സുൻഹോ അവൾ എന്തായാലും തിരിച്ചു വരും. നമുക്ക് എന്തായാലും അവളെ കണ്ടുപിടിക്കാം. നമുക്ക് വേണമെങ്കിൽ ദൈവത്തോട് കൂട്ടമായിട്ട് തന്നെ പ്രാർത്ഥിക്കാന്ന് പറയാണ്. ഇതേ നേരം തന്നെ നമ്മുടെ ജിയോയുടെ ടീം സോജിയെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ മരിച്ചു എന്നുള്ള കാര്യം ഇവർക്ക് ആർക്കും അറിയില്ലല്ലോ. ആ നേരത്താണ് ഇവർക്കൊരു കോള് വരുന്നത്. അതായത് സോജിയുടെ കാർ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ പോലീസുകാർ മുഴുവനായിട്ടും അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ഇതേ നേരം തന്നെ നമ്മുടെ പാസ്റ്റർ കാണാതായ സുൻഹോ ഉണ്ടല്ലോ, അവളുടെ അമ്മയുടെ ഫോണിലേക്കും ഈ ഒരു കോള് വരുന്നുണ്ട്. അതായത് സോജിയുടെ കാർ കണ്ടെത്തി എന്നുള്ള ആ ഒരു വിവരം. പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് സുൻഹോയുടെ അമ്മ പറയാണ്. ആ ശരി എന്ന് പറഞ്ഞിട്ട് പാസ്റ്റർ അങ്ങോട്ടേക്ക് വണ്ടി തിരിക്കുകയാണ്. എന്നാൽ പോകുന്ന സമയത്തെല്ലാം അവന്റെ നെഞ്ചങ്ങനെ പെട്ടത്തെയാണ്. കാരണം ഇന്നലെ രാത്രി അവിടെ വെച്ച് സോജിയെ കൊന്നത് പാസ്റ്ററാണ്. ആ വിവരം ആരെങ്കിലും അറിയോ എന്നുള്ള ആ ഒരു പേടി. എന്തായാലും സോജിയുടെ കാർ കിട്ടിയെന്ന് പറയുന്നില്ലേ, അങ്ങോട്ടേക്ക് പോലീസുകാരും ഫോറൻസിക് ടീമും എല്ലാവരും വന്നിട്ട് ഫുള്ളായിട്ട് പരിശോധന നടത്തുന്നുണ്ടെങ്കിലും യാതൊരു തെളിവും കിട്ടുന്നില്ല. കാരണം അന്ന് രാത്രി നന്നായിട്ട് മഴ പെയ്തായിരുന്നല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ജിയോ അസിസ്റ്റന്റ് ആയിട്ടുള്ള തായോ ഇവര് നോക്കുമ്പോൾ മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ജാക്കറ്റ് ഇവർക്ക് കിട്ടിയാട്ടോ. അതുപോലെ തന്നെ സോജിയുടെ കാറിന്റെ ഡിക്കിയിൽ നിന്നും കുറച്ച് ആയുധങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇതേ നേരത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ പാസ്റ്ററും അതുപോലെ തന്നെ സുൻഹോയുടെ അമ്മയും വരുന്നത്. ആ സ്ത്രീ വേഗം തന്നെ പോയിട്ട് എന്റെ മകളെ അവളെ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആ സ്ത്രീയുടെ ബോധം പോവുകയാണ്. കാരണം അത്രയും ടെൻഷനിലായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു സ്ത്രീയും പിടിച്ചുകൊണ്ട് ഇപ്പൊ നമ്മുടെ പാസ്റ്റർ ചോദിക്കുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് ഈ സോജിയുടെ ഡെഡ് ബോഡിയെങ്കിലും കിട്ടിയോ എന്ന് ചോദിക്കണം. ഇത് നമ്മുടെ ജീവന് എന്തോ ഒരു സംശയം ഉള്ളിൽ തോന്നിപ്പിക്കുകയാണ്. ബോഡിയെങ്കിലും കിട്ടിയോ എന്ന് അവൻ അത്ര ഉറപ്പിൽ ചോദിക്കണമെങ്കിൽ സോജി മരിച്ചു എന്നുള്ള വിവരം എങ്ങനെയാണ് പാസ്റ്റർ അറിയുന്നത്? എന്തുകൊണ്ടാണ് പാസ്റ്റർ അങ്ങനെ ചോദിച്ചത്? നമ്മുടെ ജിയോ മനസ്സിൽ ആ ഒരു കാര്യം അങ്ങനെ കറക്കുന്നുണ്ട്. എന്തായാലും ബാക്കിയുള്ള പോലീസുകാർ പറയാണ് അവന്റെ ബോഡി ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല എന്ന്. അപ്പോഴാണ് പാസ്റ്ററിന് ഒന്ന് ആശ്വാസമായി. ഇതിനുശേഷം പാസ്റ്റർ നേരെ ഭാര്യയുടെ അടുത്തേക്ക് പോകണം. അതായത് എല്ലാ ആഴ്ചയിലും അവന്റെ ഭാര്യ ഒരു ആശ്രമത്തിലേക്ക് പോകാറുണ്ട്. അതായത് നമ്മുടെ പാസ്റ്ററെ പോലെ തന്നെ വേറെയും പാസ്റ്റർമാരുണ്ടാവുമല്ലോ, അവരുടെ ഭാര്യമാരെല്ലാവരും ഒത്തുകൂടുന്ന ഒരു സ്ഥലമാണ്. സാധാരണ അങ്ങോട്ടേക്ക് ഈ പാസ്റ്റർ പോവാറില്ല. എന്നാൽ ഇത്തവണ പാസ്റ്റർ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കൂടെ അങ്ങോട്ടേക്ക് പോവാന്ന് സമ്മതിക്കുകയാണ്. അപ്പൊ ഭാര്യ പറയുന്നുണ്ട്, സാധാരണയായിട്ട് നിങ്ങൾ വരാത്തതാണല്ലോ, ഇന്ന് എന്താ ഇങ്ങനെ വരുന്നത്? ആ നേരം ഒരു പ്രത്യേക രീതിയിൽ പാസ്റ്റർ സംസാരിക്കുകയാണ്. അതായത് എന്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നത് ഞാൻ ചെയ്ത പാപങ്ങൾ അത് ഏറ്റുപറഞ്ഞ് ദൈവത്തോട് മാപ്പ് പറഞ്ഞപ്പോഴാണ്. അതുപോലെ തന്നെ പാസ്റ്റർ അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറയാണ്, നീ എന്നിൽ നിന്നും എന്തെങ്കിലും മറിക്കുന്നുണ്ടോ? എന്തെങ്കിലും പാപം നീ ചെയ്യുന്നുണ്ടോ? ആ പാപം എല്ലാം നമുക്ക് കഴുകിക്കളയാം. നീ എന്നോട് തുറന്നു പറഞ്ഞ് കുമ്പസരി ദൈവത്തോട് മാപ്പ് പറയും. ആ നേരം പാസ്റ്ററിന്റെ ഭാര്യ ഒന്ന് ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പൊ തന്നെ കാർന്ന് അവർ ഇറങ്ങി പോവാൻ നിൽക്കുമ്പോൾ അവരുടെ കൈ ഇപ്പൊ പാസ്റ്റർ പിടിക്കുകയാണ്. എന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, ഇപ്പൊ പണിതുകൊണ്ടിരിക്കുന്ന ആ ഒരു വലിയ ചർച്ച് അതിന്റെ പാസ്റ്ററായിട്ട് എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. നമ്മുടെ ലൈഫിൽ മുന്നേ പല കാര്യങ്ങളും നടന്നിട്ടുണ്ടാവും, പക്ഷെ അതൊന്നും ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ ലൈഫിൽ വേണ്ട. നിനക്ക് എന്ത് പറയണമെങ്കിലും എന്നോട് തുറന്ന് പറഞ്ഞോ എന്ന് പറയണം. പെട്ടെന്ന് തന്നെ പാസ്റ്ററുടെ ഭാര്യ നിന്ന് കരയാൻ തുടങ്ങുകയാണ്. അവള് പിന്നീട് എല്ലാ സത്യങ്ങളും എല്ലാ രഹസ്യങ്ങളും തുറന്ന് പറയാണ്. ഞാൻ അയാളുമായിട്ട്, അതായത് അവള് പോകുന്ന ആ ഒരു ജിമ്മിലെ ട്രെയിനറുമായിട്ട് ഒരു റിലേഷനിലായിരുന്നു, എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞിട്ട് അവള് കരയാണ്. ഇതേ നേരം തന്നെ പാസ്റ്റർ അവളുടെ തലയിൽ കൈവച്ച്, നീ പേടിക്കണ്ട, നീ എല്ലാം തുറന്ന് പറഞ്ഞില്ലേ, ദൈവം നമുക്ക് പുറത്തു തരുന്ന പറയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർത്ത് രണ്ടുപേരും കൂടെ സന്തോഷത്തോട് കൂടിയിട്ട് ആ ആശ്രമത്തിലേക്ക് പോവാണ്. പോകുന്ന വഴിയിൽ ഒരു കുഴിയിൽ വീണ് കിടക്കുന്ന ഒരു ആംബുലൻസ് കാണാണ്. എന്തെങ്കിലും സഹായം വേണോ എന്ന് പാസ്റ്റർ ചോദിച്ചപ്പോൾ ആവശ്യമില്ല, ഒരു ടീമിനെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്, അവരിപ്പോ ഇങ്ങോട്ടേക്ക് വരും, നിങ്ങൾ പോയിക്കോ പാസ്റ്റർ എന്ന് പറയാണ്. പാസ്റ്റർ പിന്നീട് നേരെ ആ ഒരു ആശ്രമത്തിലേക്ക് എത്തുകയാണ്. അവിടെ ഈ പാസ്റ്ററുടെ ഭാര്യ ഉണ്ടല്ലോ, അവരെ പോലെ തന്നെ വേറെയും കുറച്ച് ലേഡീസ് വന്നിട്ടുണ്ട്, എന്തോ ഒരു പ്രാർത്ഥനയ്ക്കായിട്ടാണ്. മാത്രമല്ല അവിടെ ജോലി ചെയ്യുന്ന ചില സ്റ്റാഫ് പുറത്തേക്ക് നോക്കി അങ്ങനെ അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പൊ എന്താ കാര്യം എന്ന് പാസ്റ്റർ ചോദിച്ചപ്പോൾ, അതല്ല, ഇങ്ങോട്ടേക്ക് ഒരു ആംബുലൻസ് വരാണ്ടായിരുന്നു, ഇത്രയും നേരമായിട്ട് എത്തിയിട്ടില്ല എന്ന് പറയണം. ആംബുലൻസോ? എന്തിനും ഇങ്ങോട്ടേക്ക് ഒരു ആംബുലൻസ് വരുന്നത്? അത് പിന്നെ ഇന്നലെ ആ കാണുന്ന മലയുണ്ടല്ലോ, അതിന്റെ താഴ്വാരത്ത് നിന്ന് ഭയങ്കര പരിക്കുകളായിട്ട് ഒരാൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അയാളിപ്പോ ഞങ്ങൾ ഉള്ളിൽ കെടുത്തിയിട്ടുണ്ട്, എന്തായാലും കൂടുതൽ ട്രീറ്റ്മെന്റിനായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ അയാളെ കൊണ്ടുപോകാനാണ് ഈ ഒരു ആംബുലൻസ് വരുന്നത്. ഇത് കേട്ടപാട് പാസ്റ്റർ ഒന്ന് ഞെട്ടിപ്പോവാണ്. കാരണം അന്ന് രാത്രി ഈ സോജയും അതുപോലെ തന്നെ പാസ്റ്ററും തമ്മിൽ ഒന്നും തള്ളുണ്ടായിരുന്നില്ലേ, അയാളെ ഒരു കുഴിയിലേക്ക് തള്ളിയിട്ടില്ലേ. അതായത്
അതായത് ഒരു മലയുടെ താഴ്വാരത്തിലേക്ക്. ശരിക്കും ആ മല തന്നെയാണ് ഈ ആശ്രമത്തിന്റെ പിന്നിലുള്ളത്. അതിനർത്ഥം പരിക്കുകളോട് കൂടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്ന ആള് അത് മിക്കവാറും സോജി ആയിരിക്കില്ലേ. ആ സംശയം പാസ്റ്ററിന്റെ ഉള്ളിൽ കൂടിയേട്ടോ. അതുപോലെ തന്നെ നന്നായിട്ട് പേടിയാവും ചെയ്തു. ഇപ്പൊ ഭാര്യയോട് പറയാണ്, നീ എന്തായാലും പ്രാർത്ഥനയ്ക്ക് ഉള്ളിലേക്ക് പോയിക്കോ, എനിക്ക് വേറൊരു ജോലിയുണ്ട്. പിന്നീട് ആരും കാണാതെ പേഷ്യൻസിനെ കെടുത്തുന്ന ആ ഒരു ഭാഗത്തേക്ക് പാസ്റ്റർ ചെല്ലുകയാണ്. ഇപ്പൊ പാസ്റ്റർ നോക്കുന്ന സമയത്ത് ഒരു ബെഡില് കാലിലൊക്കെ മുറിയായിട്ട് ഒരാൾ കിടക്കുന്നുണ്ട്. അത് ആ ഒരു സോജി ആവരുതേ എന്ന് പ്രാർത്ഥിച്ച് പാസ്റ്റർ അങ്ങോട്ടേക്ക് ചെന്ന് കർട്ടൻ മാറ്റി നോക്കുമ്പോൾ ഞെട്ടിപ്പോയി, ഇത് സോജി തന്നെയാണ്. അങ്ങനെ ആ ഒരു ഷോക്കിൽ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് പാസ്റ്റർ അവിടെ ഉണ്ടായിരുന്ന മേഘങ്ങളുണ്ടല്ലോ, ആ മേഘങ്ങൾക്കിടയായിട്ട് ജീസസിന്റെ രൂപം കാണുകയാണ്. അപ്പൊ പാസ്റ്റർക്ക് തോന്നി, ആ ദൈവമായിട്ട് തന്നെയാണ് എന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത്, ഇതൊരു നിയോഗമാണ്. സോ വേഗം തന്നെ വീൽ ചെയർ എടുത്ത് ആ വീൽ ചെയറിലേക്ക് ഈ സൂചിയെ കയറ്റി അവന്റെ ദേഹത്തോടെ ഒരു തുണിയിട്ട് അവന് വേഗം തന്നെ അവിടുന്ന് കൊണ്ടുപോവാണ്. ആരും ഈ ഒരു കാര്യം കണ്ടിട്ടില്ല എന്നാണ് പാസ്റ്റർ വിചാരിച്ചത്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഒരു അപ്പാപ്പൻ ആ കാര്യം കണ്ടായിരുന്നു. എന്തായാലും ആ ഒരു ആശ്രമം വിട്ട് പാസ്റ്റർ ഇപ്പോ ഈ ഒരു സൂചിയെ കൊണ്ടുപോയി അതേ നേരത്താണ് ആംബുലൻസ് അങ്ങോട്ടേക്ക് എത്തുന്നത്. പക്ഷേ ആംബുലൻസും മെഡിക്കൽ ടീമൊക്കെ വന്ന് നോക്കുമ്പോൾ ഇന്നലെ രാത്രി വന്നു കയറിയ ആ ആളെ കാണാനില്ല. അധികം വൈകാതെ പോലീസുകാരെത്തുന്നുണ്ട്. പിന്നീട് സോജിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാർക്ക്. അതായത് ഇന്നലെ രാത്രി വന്ന് കയറിയ ആള് ഇത് തന്നെയാണെന്ന്. അപ്പൊ ജോലിക്കാർ പറയുന്നുണ്ട്, ആ ഇയാള് തന്നെയാ വന്ന് കയറിയത്. ഇപ്പൊ ജിയോ അതുപോലെ തന്നെ തായോ അവരാകെ ഡിപ്രസ് ആയി പോവാണ്. കയ്യിൽ കിട്ടിയിട്ട് മിസ്സായി പോയല്ലോ, കുറച്ചുകൂടെ നേരത്തെ വരണമായിരുന്നു. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന CCTV വിഷ്വൽ മുഴുവൻ എടുക്കാനായിട്ട് ജിയോ പറയുന്നുണ്ട്. എന്നാൽ ഇതൊരു പഴയ ആശ്രമം ആയതുകൊണ്ട് തന്നെ CCTV ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ആവില്ല, അതൊന്നും ഒരു വിഷ്വലും കിട്ടാൻ പോകുന്നില്ല. എന്നാൽ ആ സമയത്താണ് പേഷ്യൻസിനെ കെടുത്തുന്ന ആ ഭാഗത്തുള്ള അപ്പൂപ്പൻ പറയുന്നത്, അവനെ കൊണ്ടുപോയത് ആരാണെന്ന് എനിക്കറിയാം, ഞാൻ അയാളെ കണ്ടു എന്ന്. അപ്പൊ ഭയങ്കര ആകാംക്ഷയോട് കൂടിയിട്ട് ജിയോ തായോ ബാക്കിയുള്ള എല്ലാവരും ഈ അപ്പൂപ്പന്റെ അടുത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ അപ്പൂപ്പൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ അവനെ കൊണ്ടുപോയത് ദൈവമാണെന്ന്. സത്യം പറയുകയാണെങ്കിൽ ഈ അപ്പൂപ്പന്റെ ഒരു ഞെട്ട് ലൂസായി കിടക്കുകയാണ് കേട്ടോ. ഇയാൾക്കൊരു ഇച്ചിരി മാനസികമാണ്. പിന്നീട് ജിയോ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, തിരിച്ചു പോവാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ചധികം സ്ത്രീകൾ ഉള്ളിൽ നിന്നും എന്തൊക്കെയോ പ്രാർത്ഥന നടത്തുന്നത് ഇപ്പൊ ജിയോ കാണുകയാണ്. അത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഈ ചുറ്റുഭാഗത്തുള്ള കുറേയധികം പാസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അവരുടെ ഭാര്യമാരാണത്. പിന്നീട് ജിയോ അവരുടെ എല്ലാവരുടെയും അഡ്രസ്സും ഡീറ്റെയിലും എല്ലാം അടങ്ങുന്ന ഒരു ലിസ്റ്റ് എനിക്ക് വേണമെന്ന് പറയാണ്. അതായത് ഈ സ്ത്രീകളുണ്ടല്ലോ, അവരുടെ ഭർത്താക്കന്മാർ, അവരുടെ ഡീറ്റെയിൽ, അവരുടെ ഭർത്താക്കന്മാർ ജോലി ചെയ്യുന്ന ആ ഒരു ചർച്ച്, എല്ലാത്തിന്റെയും ഡീറ്റെയിൽ എനിക്ക് വേണമെന്ന് പറയണം. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് ആ ഒരു ഏരിയയിൽ ഒരു വലിയ മൾബറി തോട്ടുണ്ടായിരുന്നു. അതിന്റെ ഒത്തു നടുവിലായിട്ട് പഴയ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗിലേക്ക് നമ്മുടെ പാസ്റ്റർ ഈ സോജിയും കൂട്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. എന്നിട്ട് അവനെ ഒരു ചെയറിൽ കെട്ടിയിടുകയാണ്. ആ സമയത്ത് അവന് ബോധം വന്നിട്ടുണ്ടായിരുന്നു. അഴിന്ന് പറഞ്ഞിട്ട് അവൻ വല്ലാണ്ട് കിടന്ന് വയലന്റ് ആവാൻ തുടങ്ങുകയാണ്. എന്നാൽ ഈ നേരം പാസ്റ്റർ പറയാണ്, ഞാൻ നിന്നെ അഴിക്കാൻ പോകുന്നില്ല, നീ ഇവിടുന്ന് രക്ഷപ്പെടാൻ പോകുന്നുമില്ല, ഈ ജോലി എന്നെ ദൈവം ഏൽപ്പിച്ചതാണ്, നിനക്കൊരു കാരണവശാലും ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഈ സമയത്ത് സൈക്കോ ആയിട്ടുള്ള സോജി പറയാണ്, എന്നാൽ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, കാണാതായ ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ സുൻഹോ, അവളെ കൊണ്ടുപോയത് ഞാൻ തന്നെയാണ്. അവൾ എവിടെയാ ഉള്ളതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് അവളെ കിട്ടില്ല. ആ സമയത്ത് പാസ്റ്റർ ചോദിക്കുന്നുണ്ട്, മര്യാദക്ക് പറയടാ, അവൾ എവിടെയാണ്? ഒരക്ഷരം പോലും സോജി മിണ്ടുന്നില്ല. പിന്നീട് അവൻ പറയുന്നുണ്ട്, പോലീസിനെ വിളിച്ചാൽ അവരോട് ഞാൻ പറയാം. അതായത് അവനിക്ക് അവന്റെ ആ ഒരു ജീവൻ രക്ഷപ്പെടുത്തണമല്ലോ. എന്നാൽ പാസ്റ്റർ നല്ലൊരു ഇരുമ്പിന്റെ വടിയെടുത്ത് അവന്റെ കാലിൽ പല തവണ ഇട്ട് അടിക്കുകയാണ്. വേദന സഹിക്കാന്നല്ലാതെ ഈ ഭ്രാന്തൻ എവിടെയാണ് സുൻഹോയെ മറിച്ചു വെച്ചതെന്ന് പറയുന്നില്ല. പിന്നീട് ഭയങ്കര ദേഷ്യത്തില് അവന്റെ ദേഹം മുഴുവനായിട്ട് പ്ലാസ്റ്റർ ചുറ്റി അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ റൂമിൽ അവനെ കൊണ്ടുപോയിടുകയാണ്. നീ ഇവിടെ കിടന്ന് പുഴുത്ത് ചത്താലും നീ രക്ഷപ്പെടാൻ പോകുന്നില്ലടാ. ഇത് പറഞ്ഞ പാസ്റ്റർ അവിടുന്ന് തിരിച്ചു പോവാണ്. പോകുന്ന വഴിക്ക് കാല് തെന്നി ഒരു ഭാഗത്തേക്ക് വീഴുന്നുണ്ട്. ആ സമയത്ത് ചുവന്ന നിറത്തിൽ ചുവരിൽ എഴുതിയതുപോലെ ഒരു കാര്യം അവൻ കാണുന്നുണ്ട്, D24:7. അതായത് വേദപുസ്തകത്തിലെ ഒരു വാക്യമാണത്. എന്തായാലും ഇതിനുശേഷം പാസ്റ്റർ നേരെ ചർച്ചിലേക്ക് പോകണം. കാരണം സുൻഹോയുടെ അമ്മയോട് പറഞ്ഞായിരുന്നല്ലോ അവളെ വേഗം കിട്ടാൻ വേണ്ടി ഒരു പ്രാർത്ഥന നടത്താന്ന്. ആ പ്രാർത്ഥനയ്ക്കായിട്ട് പോവുകയാണ്. ഇതേ നേരം തന്നെ ജിയോവും അവളുടെ ആ ഒരു ടീമും ആ ആശ്രമത്തിൽ പരിക്കോടുകൂടി വന്ന സോജിയെ ആരാണ് അവിടുന്ന് കൊണ്ടുപോയെന്ന് അവർക്ക് ഇതുവരെയായിട്ട് ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കെയാണ് ആ ആശ്രമത്തിൽ വന്ന സ്ത്രീകളുടെ ഭർത്താക്കന്മാരുടെ, അതായത് പാസ്റ്റർമാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ പാസ്റ്റർ ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ ജിയോന് നമ്മുടെ പാസ്റ്ററിന്റെ മേലെ സംശയമുണ്ട്. അതുകൊണ്ട് നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുകയാണ്. ഇതേ നേരം തന്നെ പാസ്റ്റർ ചർച്ചിലേക്ക് പോയി പ്രാർത്ഥനയും തുടങ്ങിയിട്ടുണ്ട്. ഈ നേരം പുറത്തേക്ക് എത്തിയ ജിയോ ഇയാളുടെ കാർ ഉണ്ടല്ലോ, ആ കാർ നന്നായിട്ടൊന്ന് പരിശോധിച്ച് നോക്കിയ സമയത്ത് ആ കാറിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചളി പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടയറിലേക്ക് നോക്കിയ സമയത്ത് ഈ മൾബറിയുടെ പഴങ്ങളുണ്ടല്ലോ, അത് പല ഭാഗത്തായിട്ട് ഒട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. അതായത് ഇയാൾ പേരും ഒരു മൾബറി തോട്ടത്തിൽ പോയി വന്നിട്ടുണ്ട്. വേഗം തന്നെ ജിയോ ഇങ്ങനെ മൾബറി തോട്ടം ഉണ്ടോ, അങ്ങനെയുള്ള തോട്ടത്തിന്റെ അവിടെയായിട്ട് ഒഴിഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും ബിൽഡിംഗ് ഉണ്ടോ എന്നൊരു അന്വേഷണം നടത്തുകയാണ്. ഇതേ നേരം തന്നെ ചർച്ചിൽ പ്രയറിന് പോയ നമ്മുടെ പാസ്റ്റർ ആ വേദപുസ്തകത്തിലെ 24:7 ആ അധ്യായം ആ വാക്യം വായിച്ചു നോക്കുകയാണ്. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്നത്, സാത്താൻ നിങ്ങളുടെ മകളെ എടുത്തു കഴിഞ്ഞാൽ ആ സാത്താനെ നിങ്ങൾ ശിക്ഷിക്കണം, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതായത് പാസ്റ്ററിനോട് ദൈവമായിട്ട് തന്നെ നേരിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നതായിട്ട് പാസ്റ്ററിന് മനസ്സിലായിപ്പോ ഇതൊരു ദൈവദൂതാണ്. അതുപോലെ ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുൻഹോ എന്ന ആ ഒരു പെൺകുട്ടിയെ മരണപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. സോ ആ ഒരു കാര്യം പാസ്റ്റർ അങ്ങനെ തന്നെ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ ജിയോ മൾബറി തോട്ടത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന ബിൽഡിംഗ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന സമയത്ത് ഒരു ബിൽഡിംഗ് ഉണ്ട് എന്ന് മനസ്സിലായി നേരെ ആ ഒരു തോട്ടത്തിലേക്ക് വന്നു നോക്കുകയാണ്. നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു കാർ വന്നു പോയതിന്റെ ടയർ പ്രിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സോ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ബിൽഡിംഗിലേക്ക് അവൾ കയറി പൂർണ്ണമായിട്ടും പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു റൂമിൽ പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയിൽ കിടക്കുന്ന
കിടക്കുന്ന സോജിയെ കണ്ടുപിടിക്കുകയാണ്. അവന്റെ മുഖത്തെ ആ ഒരു പ്ലാസ്റ്റർ എല്ലാം ഊരി മാറ്റുന്നുണ്ട്. ഭാഗ്യത്തിന് ഈ സാധനം ചത്തിട്ടില്ല. വേഗം തന്നെ അവൾ പോലീസുകാരെ വിളിച്ച് വിവരം അറിയിക്കാൻ നോക്കുമ്പോൾ അവൾക്ക് വീണ്ടും ഇലൂഷൻ വരികയാണ്. അവളുടെ അനിയത്തിയുടെ ആ ഒരു ഇലൂഷൻ. ചേച്ചി, ഇവനെ പോലീസുകാരെ ഏൽപ്പിക്കരുത്. അങ്ങനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇവൻ ഇനിയും രക്ഷപ്പെടും. ഒരുപാട് പെൺകുട്ടികൾ ഇനിയും മരിക്കും. എനിക്ക് നീതി കിട്ടില്ല ചേച്ചി. ഇവൻ എവിടെ വെച്ച് ഇതിനെ കൊന്നുകളാന്ന് പറയാണ്. അതായത് ജിയോന് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അനിയത്തിയുടെ ആ ഒരു ഇലൂഷൻ അവളുടെ മുന്നിൽ വന്ന് പോകുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസുകാരെ വിളിക്കണമെന്നുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആ ഒരു കൺഫ്യൂഷൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പാസ്റ്റർ വരികയാണ്. അതായത് ജിയോ അങ്ങോട്ടേക്ക് വന്ന് പാസ്റ്ററിന്റെ കാറിന്റെ ടയറും കാര്യങ്ങളൊക്കെ നോക്കി പോകുന്നത് പാസ്റ്റർ കണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജിയോ വന്നപ്പോൾ അതിന്റെ പിന്നാലെ പാസ്റ്ററും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ അടിച്ച് ബോധം കെടുത്തി അവളെയും ഒരു ചെയറിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. ബോധം വന്ന സമയത്ത് പാസ്റ്ററിനോട് ജിയോ ഒരു കാര്യം പറയുന്നുണ്ട്. ഞാനൊരു പോലീസുകാരിയാണ്. നീ ഈ ചെയ്യുന്നത് എന്താണെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? ഇത് വലിയ പ്രശ്നമാവെന്ന് പറഞ്ഞപ്പോൾ പാസ്റ്റർ പറയാണ്, ഒരിക്കലുമില്ല. ദൈവത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവം എന്നെ സംരക്ഷിച്ചോളും എന്ന് പറയാണ്. ഇതേ നേരം തന്നെ ആ ഒരു പ്രാന്തനായിട്ടുള്ള സോജി പറയാണ്, മേഡം ഇവന് വട്ടാണ്, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുന്നു. ഇതേ നേരം തന്നെ പാസ്റ്റർ ഈ ഒരു സോജിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, വട്ടോ എനിക്കോ? ആർക്കാടാ വട്ട്? ചെറിയ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊല്ലുന്ന നീയല്ലടാ യഥാർത്ഥത്തിലുള്ള പിശാച്. നിന്നെയൊന്നും ഇവിടെ വെച്ച് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലടാ. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? ഈ ജിയോവിനെ ഇവിടെ വെച്ച് ഞാൻ കൊല്ലും. അതുപോലെ തന്നെ അവളെ കൊന്നത് നീയാണെന്ന് വരുത്തി തീർക്കും. ഒരിക്കലും നിനക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഞാൻ നിന്നെ കൊടുക്കുന്നു പറയാണ്. എന്നാൽ ഇതേ നേരം തന്നെ ജിയോ എങ്ങനെയോ ചാടി എഴുന്നേറ്റ് അവളുടെ കയ്യിൽ ആ ഒരു പ്ലാസ്റ്റർ ചുമരിന്റെ അരികിലുള്ള ആ ഒരു കോർണർ ഭാഗം ഉണ്ടല്ലോ അവിടെ വെച്ച് ഒരച്ച് പൊട്ടിച്ച് പെട്ടെന്ന് തന്നെ നമ്മുടെ പാസ്റ്ററിനെ ആക്രമിക്കുകയാണ്. ഇത് കണ്ട സമയത്താണ് സോജിക്ക് ആശ്വാസമാകുന്നത്. കാരണം പാസ്റ്ററുടെ കൈകൊണ്ട് മരണപ്പെട്ടിട്ടില്ലല്ലോ. അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ബ്ലേഡ് ഇപ്പോ ഈ ഒരു ജീവന്റെ അരികിലേക്ക് തട്ടിയിട്ട് കൊടുക്കുകയാണ്. അതായത് എങ്ങനെയെങ്കിലും പാസ്റ്ററിനെ ആക്രമിച്ച് കൊല്ലാൻ വേണ്ടി. എന്തായാലും അവൻ ആ ഒരു സന്തോഷത്തിൽ ഇരിക്കുന്ന സമയത്താണ് വേറൊരു കാര്യം അവൻ മനസ്സിലാക്കുന്നത്. ഓൾറെഡി അവൻ ഒരു ട്രാപ്പിലായിരുന്നു. ഈ ബിൽഡിങ്ങിന്റെ തുമ്പത്തായിട്ട് നല്ല കനമുള്ള ഒരു സാധനം. ആ സാധനത്തിൽ ഒരു കയറും കെട്ടി, കയറുള്ള വല പോലെ ഒരു സംഭവമാണ്, അത് കെട്ടി വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ് ഈ സൈക്കോ സോജിയുടെ ഒരു ഭാഗത്ത് കെട്ടിവെച്ചിരിക്കുന്നത്. സോ ബലമുള്ള ആ ഒരു സാധനം അവിടുന്ന് ചെരിഞ്ഞു വീഴാണ്. അതിന്റെ കൂടെ തന്നെ ഇവൻ ഒരൊറ്റ പോക്കാണ്. എന്നാൽ അപ്പോഴേക്കും ഓടിച്ചെന്ന് ജിയോ അവന്റെ കയ്യിൽ ഒരൊറ്റ പിടുത്താണ് കേട്ടോ. അവന്റെ കൈ കെട്ടിവെച്ച ആ ഒരു പ്ലാസ്റ്ററിലാണ് അവന് പിടുത്തം കിട്ടിയത്. എന്നാൽ മരണം മുന്നിൽ കണ്ട ഈ സോജി അവസാനമായിട്ട് ജീവനോട് സംസാരിക്കുകയാണ്. അതായത് അവന് തുറന്നു പറയേണ്ടായിരുന്ന കാര്യം, ഞാൻ എനിക്ക് വേണ്ടിയല്ല ഈ കൊലപാതകങ്ങൾ ചെയ്തത്, എന്റെ ഇഷ്ടത്തിനല്ല ഞാൻ ഈ കൊലപാതകം ചെയ്തത്. ആ ഒറ്റക്കണ്ണനായിട്ടുള്ള വൺ ഐ ഡെവിൾ അത് പറഞ്ഞിട്ടാണ് ഞാൻ ഈ കൊലപാതകം മുഴുവൻ ചെയ്തത്. ആ ചെകുത്താൻ തന്നെ സുൻഹോയും തിന്നു കഴിഞ്ഞു. നിങ്ങൾ ഇനി അവളെ തേടി പോണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ മരണമൊഴി കൊടുക്കുകയാണ്. അപ്പോഴേക്കും ജീവന്റെ പിടുത്തം വിട്ടു പോണ്. അവൻ താഴേക്ക് വീണ് ചത്തുപോവുക. അധികം വൈകാതെ തന്നെ ഒരുപാട് പോലീസ് വണ്ടിയും പോലീസുകാരും എല്ലാവരും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ജിയോ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സോജിക്ക് ട്രീറ്റ്മെന്റും കാര്യങ്ങളും കൊടുത്ത് അവന് ജീവനോട് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. കാരണം അവനോടുള്ള സ്നേഹം കൊണ്ടല്ല. ഇവൻ കണ്ണു തുറന്ന് വായ തുറന്ന് എന്തെങ്കിലും പറഞ്ഞാലല്ലേ സുൻഹോ ജീവനോട് ഉണ്ടോ അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഇവൻ മരണപ്പെട്ടു പോയി. ഇനിയിപ്പോ സുൻഹോ മരിച്ചാലും ഇല്ലെങ്കിലും അവളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആണ്. അതുപോലെ തന്നെ നമ്മുടെ പാസ്റ്റർ, അദ്ദേഹത്തെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പാസ്റ്റർക്കും കാണാതായി പോയ ഈ സിൻഹോയുടെ കാര്യത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് അറിയാൻ വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഈ പാസ്റ്ററിനെ ഈ പോലീസുകാർ നിരീക്ഷിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ മറ്റൊരു ഭാഗത്ത് ഒരു പഴയ ഏരിയ ആണ് സോൺ 4 എന്ന തൽക്കാലം ഇതിന് പേര് വെച്ചിരിക്കുന്നത്. കാരണം ആ ഒരു ഏരിയയിൽ ഒരുപാട് പഴയ ബിൽഡിങ്ങുകളുണ്ട്. ഇതെല്ലാം പൂർണ്ണമായിട്ടും തകർത്തെറിഞ്ഞ് അവിടെ പുതിയൊരു കെട്ടിട സമുച്ചയം തന്നെ ഉയർത്താൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഒരുപാട് പഴയ വീടുകൾ അവിടെ ഉണ്ട് എന്ന് പറയില്ലേ, ആ കൂട്ടത്തിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു വീട്. ആ വീടിന്റെ മുകൾ ഭാഗത്തായിട്ട് വട്ടത്തിൽ ഒരു ചില്ലിട്ട ഭാഗം കണ്ടോ, അതിലൂടെ നമുക്കിപ്പോ ഒരു കാഴ്ച കാണിച്ചു തരുന്നുണ്ട്. അതായത് ഈ സോജി സൈക്കോ തട്ടിക്കൊണ്ടുപോയ സുൻഹോ അവളെ ആ വീടിന് മുകളിലാണ് കെട്ടിവെച്ചിരിക്കുന്നത്. അവളുടെ വായിൽ വരെ പ്ലാസ്റ്റർ വെച്ചിരിക്കുകയാണ്. ഒന്ന് ഉറക്കെ കരയാൻ വരെ അവൾക്ക് പറ്റുന്നില്ല. മാത്രമല്ല ഈ ബിൽഡിങ്ങും ചുറ്റുഭാഗത്തുള്ള എല്ലാ ബിൽഡിങ്ങും അധികം വൈകാതെ ഇവരെല്ലാവരും തകർക്കാൻ പോവാണ്. അങ്ങനെയുള്ള പഴയ ബിൽഡിംഗ് ക്ലീൻ ചെയ്യുന്ന ഒരു കമ്പനി തന്നെയാണ് കേട്ടോ അത്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് നമ്മുടെ ജിയോ ഉണ്ടല്ലോ, ഈ സോജി സൈക്കോ ആയിട്ടുള്ള സോജിയെ ട്രീറ്റ് ചെയ്ത ആ ഒരു ഡോക്ടർ അയാളെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. പിന്നീട് ആ ഡോക്ടറിനോട് ജിയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം ആ സൈക്കോയുടെ മരണമൊഴി അത് കിട്ടിയത് ജീവനായിരുന്നല്ലോ. അവസാനമായിട്ട് അവൻ പറഞ്ഞ കാര്യം, അവൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, കൊലപാതകം ചെയ്യുന്നത് അവന് വേണ്ടിയിട്ടല്ല, മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ്, ഒരു ഡെവിളിന് വേണ്ടിയിട്ടാണെന്ന്. ഈ നേരം ഡോക്ടർ അതിനൊരു വിശദീകരണം കൊടുക്കുകയാണ്. ചില ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവർക്ക് ചുമ്മാ ഒരു കല്ലിലേക്ക് നോക്കുന്ന സമയത്ത് ആ കല്ലൊരു മുഖമായിട്ട് തോന്നാറുണ്ട്. അല്ലെങ്കിൽ ചുമ്മാ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഈ മേഘങ്ങളൊക്കെ ഒരു പ്രത്യേകതരം രൂപത്തിൽ അവർക്ക് മാത്രമായിട്ട് തോന്നും. ഇതൊരു മെന്റൽ പ്രോബ്ലം ആണ്. ഇതിന് പറയുന്ന പേര് അബോമാനിയ എന്നാണ്. ഈ അബോമാനിയ നന്നായിട്ട് തന്നെ സൈക്കോ ആയിട്ടുള്ള സോജിക്ക് ഉണ്ടായിരുന്നു. അതായത് അവന് പല കാര്യങ്ങളും തോന്നുകയാണ്, ഇത് അവനെ കൊണ്ട് ആരൊക്കെയോ ചെയ്യിക്കുകയാണെന്നുള്ളത്. സോ എന്താണ് സോജിയുടെ പ്രശ്നം എന്ന് മനസ്സിലായില്ലേ? അബോമാനിയ എന്ന ആ ഒരു മെന്റൽ ഡിസോർഡർ ആണ്. അതായത് ചുറ്റും നോക്കുമ്പോൾ അവിടെ പലതും ഉള്ളതായിട്ട് അവന് തോന്നുക. ഈ രോഗം ഈ സിനിമയിൽ മറ്റൊരു കഥാപാത്രത്തിന് കൂടെ ഉണ്ട്. ആർക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ഈ സോജി ഉണ്ടല്ലോ, അവനുമായി ബന്ധപ്പെട്ട കുറച്ചധികം ഫോട്ടോസ് ഈ ഡോക്ടറുടെ കയ്യിലുണ്ടായിരുന്നു. ആ ഫോട്ടോസ് ഇപ്പോൾ നമ്മുടെ ജീവന് കൊടുക്കുകയാണ്. അതായത് സോജി എപ്പോഴും പറയുന്നത് ഒറ്റക്കണ്ണനായിട്ടുള്ള ഒരു ഡെവിൾ അവനാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തതെന്നാണ്. അപ്പൊ ആ രീതിയിൽ ഒറ്റക്കണ്ണുള്ള ഓരോ ഫോട്ടോസും അവന്റെ ഫോട്ടോ എടുത്തല്ലോ, അപ്പൊ അതിന്റെ പിന്നിലായിട്ട് ഉണ്ടായിരുന്നു. ഡോക്ടർ ഇങ്ങനെ നമ്മുടെ ജീവനോട് സംസാരിക്കുന്ന സമയത്ത് അവൾ മറ്റൊരു ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കും, ഞെട്ടും. ഈ കാര്യങ്ങൾ ഡോക്ടർ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ജീവനോട് ഡോക്ടർ ചോദിക്കുന്നുണ്ട്,
ചോദിക്കുന്നുണ്ട്, നീ മറ്റാരും കാണാത്ത എന്തെങ്കിലും കാണുന്നുണ്ടോന്ന്. ജിയു എല്ലാ കാര്യങ്ങളും പറയാണ്. അവളുടെ അനിയത്തി ഈ ഒരു സൂചി കാരണം മരിച്ചതിൽ പിന്നെ പല തവണയായിട്ട് ഒരു ഇല്യൂഷൻ പോലെ അനിയത്തി അവളുടെ അരികിലേക്ക് വരാറുണ്ട്. രക്ഷപ്പെടുത്താൻ പറ്റാത്ത കാര്യം അനിയത്തി പറയാറുണ്ട്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ അടിക്കടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡോക്ടറിനോട് ഈ കാര്യമൊക്കെ പറഞ്ഞ സമയത്ത് ജിയു, നീയും മെന്റലി കുറച്ചധികം ബാധിക്കപ്പെട്ടിരിക്കുകയാണ്, പക്ഷെ അതിന് റിക്കവർ ആവാൻ നീ തന്നെ വിചാരിച്ചാൽ മതി. എന്നാൽ ജിയു കരഞ്ഞുകൊണ്ട് തന്നെ പറയാണ്, അന്ന് എന്റെ അനിയത്തിയെ രക്ഷപ്പെടുത്താനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല. ഈ സോജി മരിച്ച സമയത്ത് പലതവണ ഞാൻ അവനെ രക്ഷപ്പെടുത്താൻ നോക്കി. കാരണം എന്താണെന്നറിയോ, ആ ഒരു പെൺകുട്ടി സുനുഹോ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവളെ രക്ഷപ്പെടുത്തണമെങ്കിൽ അവൻ ഉണ്ടായേ മതിയാവുള്ളൂ. പക്ഷെ അവൻ മരിച്ചുപോയി. ഇപ്പൊ ആ ഒരു പെൺകുട്ടി എവിടെയാണ്, അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും എനിക്ക് അറിയില്ല. അപ്പൊ അവള് മരിക്കാൻ കാരണം അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിന് കാരണം ഞാനല്ലേ ഡോക്ടറെ. ഇത് പറഞ്ഞ് ഭയങ്കരമായിട്ട് ജിയു കരയുന്ന സമയത്ത് ഇപ്പൊ ഡോക്ടർ പറയണം, നീ എന്തൊക്കെയായി പറയുന്നത്? ഒരു പാസ്റ്റർ ദൈവമാണ് എല്ലാം ചെയ്യാൻ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു ഭ്രാന്തൻ ഒറ്റക്കണ്ണനായിട്ടുള്ള ഒരു ഡെവിൾ പറഞ്ഞു തന്നിട്ട് അവൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. എന്തായാലും ഈ മിഥ്യയിൽ നീയും പെട്ടുപോകല്ലേ, അതൊന്ന് പുറത്തേക്ക് പോവാ. എന്താണ് റിയാലിറ്റി? ആ റിയാലിറ്റിയുടെ നേർക്ക് മാത്രം പോ, തോന്നലുകളെ മാറ്റിവെക്ക്. ഡോക്ടർ പരമാവധി നമ്മുടെ ജീവനെ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അതായത് അവളുടെ പ്രശ്നങ്ങളിൽ നിന്നും അവൾ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. അതുപോലെ ഡോക്ടർ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. അതായത് പല തവണയായിട്ട് കൗൺസിലിംഗിൽ സോജി ഡോക്ടറുടെ അടുത്തേക്ക് വന്നായിരുന്നു. കൗൺസിൽ ചെയ്ത് അവനെ പഴയതുപോലെ ഒരു മനുഷ്യനാക്കി ഡോക്ടർ മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാൽ വീണ്ടും അവൻ സൈക്കോയായി മാറണമെങ്കിൽ എന്തെങ്കിലും ഒരു ട്രിഗർ പോയിന്റ് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതെന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് ഡോക്ടർ പറയണം. പിന്നീട് ഡോക്ടറോട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീവന്റെ അച്ഛൻ അവൾക്ക് മെസ്സേജ് അയക്കാണ്. അതായത് ജോലി സ്ഥലത്ത് എന്ത് വിശേഷം ഉണ്ടെങ്കിലും അപ്പൊ തന്നെ വിളിച്ച് മകളോട് പറയും. അപ്പോൾ അച്ഛൻ അയച്ച ആ ഒരു മെസ്സേജിൽ, മോളെ ഇവിടെ കുറെ പഴയ ബിൽഡിങ്ങുകളുണ്ട്, അതിലൊരു വലിയ വീടുണ്ട്, ഒരു ഒറ്റക്കണ്ണം ഭൂതത്തെ പോലെ നിൽക്കുന്ന ഒരു ഭൂതമല്ല ഒരു വീട്, അത് പൊളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇത് കേട്ട സമയത്ത് നോർമൽ ആയിട്ട് തന്നെ അച്ഛൻ വിശേഷങ്ങൾ പറയുമ്പോൾ അത് കേട്ട് ജീവ അങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ ഒരു ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവളുടെ മൈൻഡിൽ ഒരു കാര്യം സ്ട്രൈക്ക് ആവുന്നുണ്ട്. എന്താണ് അച്ഛൻ പറഞ്ഞത്? ഒറ്റക്കണ്ണനായ ഭൂതത്തെ പോലെ നിൽക്കുന്ന വീടോ? അതെന്താ അച്ഛൻ എനിക്ക് മനസ്സിലായില്ലെന്ന് പറയുമ്പോൾ അവളുടെ അച്ഛൻ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കണം. അതൊന്നുമില്ല മോളെ, ഈ വീടിന്റെ മുകളിലായിട്ട് വട്ടത്തിൽ ചില്ലിന്റെ ഒരു ഭാഗം ഇങ്ങനെ ഇട്ട് വെക്കില്ല, ഉള്ളിലേക്ക് പ്രകാശം വരാനായിട്ട്. ചുമ്മാ പഴമക്കാര് അങ്ങനെ പറയുന്നത് മാത്രം. അങ്ങനെ കൊടുക്കുന്ന വീടുകളെ ഒറ്റക്കണ്ണനായിട്ടുള്ള ചെകുത്താൻ എന്നൊക്കെ പഴമക്കാർ ചുമ്മാ അങ്ങനെ പറയും. പണ്ട് മുതലേ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് പെട്ടെന്ന് തന്നെ ജിയോ സൈക്കോ ആയിട്ടുള്ള സോജി അവനുമായി ബന്ധപ്പെട്ട ആ ഒരു പഴയ ഫോട്ടോസ് ഇതെല്ലാം എടുത്തു നോക്കുമ്പോൾ ഒരൊറ്റ ചിത്രത്തിൽ മാത്രമേ ചുമരിൽ വ്യക്തമായിട്ടൊരു കണ്ണ് വരച്ചു വെച്ചിട്ടുള്ളൂ. എന്നാൽ ബാക്കിയുള്ള എല്ലാ ചിത്രത്തിലും ഒരു വീട്, ആ വീടിന്റെ മുകളിലായിട്ട് വട്ടത്തിലുള്ള ചില്ലിന്റെ ഒരു ഭാഗം, അതായത് അതിനെയാണ് ഒറ്റക്കണ്ണനായിട്ടുള്ള ഒരു പ്രേതം അല്ലെങ്കിൽ ഒരു ഭൂതം അല്ലെങ്കിൽ ഒരു ഡെവിൾ ആയിട്ട് ഈ സൈക്കോ ആയിട്ടുള്ള സോജി കണ്ടിരുന്നത്. പെട്ടെന്ന് തന്നെ അവൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അവളുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള തായെ വിളിക്കുന്നുണ്ട്. അതായത് സോജി ശരിക്കും എവിടെയാണ് വർക്ക് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ പറയണം. അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് ഇവർക്കൊരു കാര്യം മനസ്സിലാവുന്നത്. ഈ പഴയ ബിൽഡിങ്ങുകൾ തകർത്ത് കളയുന്ന ഒരു കമ്പനിയിലായിരുന്നു സോജി ജയിലിൽ നിന്ന് ഇറങ്ങിയ പിന്നെ ജോലി ചെയ്തിരുന്നത്. അതിനർത്ഥം മിക്കവാറും ഈ തകർക്കാൻ പോകുന്ന ഏതെങ്കിലും ഒരു വീട്ടിന്റെ ഉള്ളിലായിരിക്കും അവൻ മിക്കവാറും സുൻഹോയെ കൊണ്ട് ഇട്ടിട്ടുണ്ടാവുക. ഇതിനുശേഷം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതായത് ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നു, നല്ല രീതിയിൽ തന്നെ ഡോക്ടറുടെ അടുത്തേക്ക് കൗൺസിലിങ്ങിന് പോയി. സോജി പഴയതുപോലെ തന്നെ ആയി വന്നിട്ടുണ്ടായിരുന്നു, ഒരു നോർമൽ മനുഷ്യനായിട്ട്. എന്നാൽ ജോലി ആവശ്യത്തിനായിട്ട് പഴയ വീടുകൾ പൊളിക്കാനായിട്ട് സോജി അങ്ങോട്ടേക്ക് വന്ന സമയത്ത് അവിടെ അവനൊരു വീട് കാണുകയാണ്. ഒരു പഴയ വീട്, അതിന് മുകളിലായിട്ട് വട്ടത്തിലുള്ള ഒരു ഗ്ലാസ്. സത്യം പറഞ്ഞാൽ ഇതുപോലൊരു വീടിന്റെ മുകൾ ഭാഗത്ത് വെച്ചാണ് ചെറിയ പ്രായത്തിൽ 10 വർഷത്തോളം ഈ സോജിയെ അവന്റെ രണ്ടാനച്ഛൻ പീഡിപ്പിച്ചത്, ഉപദ്രവിച്ചത്. അന്നു മുതലേ ഈ വീടിന്റെ മുകളിലുള്ള വട്ടത്തിലുള്ള ആ ഒരു ഗ്ലാസ് അവന്റെ മൈൻഡിൽ എന്താ പറയാ സ്റ്റിക്കായി പോയി. അങ്ങനെ ഒരു കാര്യം കാണുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ അവന് ഓർമ്മ വരും. ഒരു ചെകുത്താൻ അവന്റെ അടുത്തേക്ക് വരുന്നത് പോലെ തോന്നും. ആ ചെകുത്താൻ പല കാര്യങ്ങളും അവനോട് പറയുന്നത് പോലെ തോന്നും. ഡോക്ടർ ഒരു സമയത്ത് പറഞ്ഞായിരുന്നു നോർമലായിട്ട് അവൻ മാറിയായിരുന്നു, പക്ഷേ എന്തുകൊണ്ടാണ് വീണ്ടും അവൻ സൈക്കോ ആയത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന്. ഇത് തന്നെയായിരുന്നു കാരണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെയല്ലേ നിങ്ങൾക്കും തോന്നുന്നത്. പക്ഷേ സോജി വീണ്ടും ഒരു ചെകുത്താനായി മാറിയത് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു കാരണത്താലാണ്. അങ്ങനെയാണ് ആ വീട്ടിന്റെ ഉള്ളിലേക്ക് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് ഈ സുൻഹോയെ തന്നെ അതിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് അവൻ ഇട്ടത്. സത്യം പറയുകയാണെങ്കിൽ ഈ പേപ്പട്ടികൾക്ക് പേ പിടിച്ചാൽ കൊന്നുകളയണം. അത് തന്നെയാണ് ഏറ്റവും നല്ലത്. പേ പിടിച്ച പട്ടികളെ ട്രീറ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാം എന്നൊക്കെ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അതുപോലെ തന്നെയാണ് സോജിയുടെ കാര്യം. അവന് പേ പിടിച്ചിരുന്നു, അവനെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കിയതാണ് ഈ സമൂഹം അല്ലെങ്കിൽ പോലീസുകാരും ഡോക്ടേഴ്സും എല്ലാവരും ചെയ്ത ഒരു തെറ്റ്. എന്തായാലും ഫ്ലാഷ് ബാക്ക് ഇവിടെ കഴിഞ്ഞ് ഇപ്പൊ പ്രസന്റിലേക്ക് വീണ്ടും വരികയാണ്. അതായത് പൊളിക്കാൻ വെച്ച ഒരുപാട് വീടുകളുണ്ടല്ലോ, ആ വീടിൽ ഇതുപോലെ ഒറ്റ കണ്ണുപോലെയുള്ള ഒരു വീട് ഏതാണെന്ന് പൂർണ്ണമായിട്ടും പരിശോധിക്കാൻ പറഞ്ഞപ്പോൾ സോൺ 4 ഒരു വീടാണെന്ന് അത് മനസ്സിലായി. ജിയു ഒന്നും നോക്കിയില്ല, കാർ എടുത്ത് ഒരു മരണപ്പാച്ചിലാണ് അങ്ങോട്ടേക്ക് ആരും വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഇതേ നേരം തന്നെ സോൺ 4 ഉണ്ടായിരുന്ന ആ വീട് കാണിക്കുകയാണ്. അതിന്റെ മുകൾ ഭാഗത്താണല്ലോ നമ്മുടെ സുൻഹോ ഉള്ളത്. പേടിച്ച് വിറച്ച് ഒന്നൊച്ച വെക്കാൻ പോലും പറ്റാതെ അവൾ അവിടെ ഇരിക്കുകയാണ്. അതേ നേരം തന്നെ ആ ബിൽഡിങ്ങിന്റെ പല ഭാഗങ്ങളും ഓൾറെഡി പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴേക്കും ആ ഏരിയയിലെ ഗേറ്റ് എല്ലാം ഇടിച്ച് പൊളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് നമ്മുടെ ജിയു പാഞ്ഞു വരികയാണ് കേട്ടോ. മാത്രമല്ല അപ്പൊ തന്നെ ആ പരിപാടി നിർത്താൻ വേണ്ടി പറയാണ്. പിന്നീട് വേഗം തന്നെ ആ ഒരു വീടിന്റെ ഉള്ളിലേക്ക് ഓടിച്ചെന്ന് കയറുകയാണ്. അവൾ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ. അവളുടെ അസംഷൻ അതെല്ലാം കറക്റ്റ് ആയിരുന്നു. അതിനുള്ളിൽ സുനുഹ ഉണ്ടായിരുന്നു. ഓടിച്ചെന്ന് അവളുടെ മുഖത്തെ ആ ഒരു പ്ലാസ്റ്റർ എല്ലാം ഊരി കൊടുക്കുകയാണ്. ആ നേരത്ത് സുനുഹ പറയുന്നുണ്ട്, ചേച്ചി ഞാൻ എപ്പോഴും ആ ഒരു ഡോറിലേക്ക് നോക്കി നിൽക്കും,
ആരെങ്കിലും അത് തുറന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതും കാത്ത്. ശരിക്കും സുൻഹോ അത് പറഞ്ഞത് കേട്ടപ്പോൾ ജിയോ ആകെ ഞെട്ടിപ്പോവാണ്. കാരണം അവളുടെ അനിയത്തിയെ മരിക്കാൻ നിൽക്കുന്ന സമയത്ത് അതേ കാര്യം തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അവളുടെ അനിയത്തിയെ ജീവനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. എന്തായാലും സുൻഹോയെ രക്ഷപ്പെടുത്താൻ പറ്റി കേട്ടോ. അതുകൊണ്ട് തന്നെ മനസ്സിന് അവൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു റിലാക്സേഷൻ ആണ് ഇപ്പോൾ. അതുപോലെ തന്നെ ഇപ്പൊ നിലവിൽ ജയിലിലായി കിടക്കുന്ന പാസ്റ്ററുടെ അടുത്തേക്ക് ചെന്നിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. എന്തായിരുന്നു ഈ സോജി, അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത് എന്നൊക്കെ. അതുപോലെ തന്നെ പാസ്റ്ററിനും അദ്ദേഹത്തിന്റെ ആ ഒരു തെറ്റ് മനസ്സിലായി. അദ്ദേഹത്തിനോട് ദൈവമല്ല ഇത്രയും കാലം ആ കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ മെന്റൽ സ്ട്രെസ്, അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ടെൻഷൻ, ഇതെല്ലാം കാരണം ആ ഡോക്ടർ പറഞ്ഞ അബോമാനിയ എന്ന പ്രശ്നം ഈ ഒരു പാസ്റ്റർക്ക് ഉണ്ടായിരുന്നു. പാസ്റ്റർ പലതവണയായിട്ട് പല സമയത്തായിട്ട് കണ്ട ഓരോ രൂപങ്ങളും അദ്ദേഹത്തിന്റെ വെറും തോന്നലായിരുന്നു. അന്ന് ആ കാട്ടിൽ വെച്ച് മലയുടെ അരികിലായിട്ട് കണ്ട ആ ഒരു വലിയ മുഖത്തിന്റെ രൂപം, അതുപോലെ തന്നെ ചുമരിൽ എഴുതി കണ്ട ആ ഒരു വേദവാക്യം, പിന്നെ ആകാശത്തിലെ മേഘങ്ങൾക്കിടയിൽ കണ്ട ആ ഒരു യേശുക്രിസ്തുവിന്റെ രൂപം, ഇതെല്ലാം ആ ഒരു അബോമാനിയ എന്ന ആ ഒരു രോഗത്തെ തുടർന്ന് പാസ്റ്റർക്ക് തോന്നിയതാണ്. അത് പാസ്റ്റർക്ക് മനസ്സിലായി. ജയിലിൽ വെച്ചും ഇതേ ഫീൽ തന്നെ പാസ്റ്റർക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പൂട്ടിയിട്ട് ആ ഒരു ചുമരിൽ പല രൂപത്തിൽ പല ചിത്രങ്ങളും അദ്ദേഹത്തിന് കാണാൻ പറ്റുമായിരുന്നു. അപ്പോഴെല്ലാം പാസ്റ്റർ വിചാരിച്ചത് ദൈവം കണ്ടിന്യൂസ് ആയിട്ട് അവനോട് സംസാരിക്കുകയാണ് എന്നാണ്. അതുപോലെ പാസ്റ്റർ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു തെറ്റും മനസ്സിലാക്കുകയാണ്. ഒരു പൂർണ്ണ ദൈവവിശ്വാസി എന്ന് പറഞ്ഞാൽ അത്രയും എന്താ പറയുക, ഒരു അന്ധമായിട്ടുള്ള വിശ്വാസത്തിന് അടിമയായിരുന്നു പാസ്റ്റർ. അതുതന്നെയാണ് ഒരു പരിധി വരെ അദ്ദേഹത്തിന് പറ്റിയ ആ ഒരു മിസ്റ്റേക്കും. സോ ആ ഒരു തെറ്റ് പാസ്റ്റർ മനസ്സിലാക്കുന്നത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. ഒരു കിടിലൻ മൂവി ആയിരുന്നില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതുപോലെയുള്ള മൂവികൾ കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം. തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം. എന്നാലേ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനേക്കാൾ നല്ലൊരു കഥയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഓക്കെ, ബൈ.